ഗൂഗിൾ അവരുടെ ആൽഗോരിതത്തിനകത്ത് സ്ട്രോങ് ചേഞ്ചസ് ഓരോന്ന് വരുത്തുമ്പോഴും അവർ പറഞ്ഞിരുന്നത് അവരുടെ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ക്വാളിറ്റി ഉള്ള റിസൾട്ട് കൊടുക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്, റെസ്പോൺസിബിളാണ്. അപ്പം സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ഉള്ള റിസൾട്ട് കൊടുക്കുന്നതിലേക്ക് വേണ്ടി അവർ ഇന്ന കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആൽഗോരിതം ചേഞ്ച് വരുത്തുന്നു, ഒരു അപ്ഡേറ്റ് നടത്തുന്നു എന്നൊക്കെയാണ് അവർ വെളിപ്പെടുത്താറുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയുള്ള ആൽഗോരിതം ചേഞ്ച് 2011 അവർ സ്റ്റാർട്ട് ചെയ്തത്. 2011 അവർ അങ്ങനെ നടത്തിയ ഒരു ആൽഗോരിതം ചേഞ്ചിന്റെ പേരാണ് പാണ്ട ആൽഗോരിതം ചേഞ്ച്. ഗൂഗിൾ പാണ്ട അപ്ഡേറ്റ് എന്നാണ് അതിനറിയപ്പെടുക. അപ്പൊ എന്താണ് ഗൂഗിൾ പാണ്ട അപ്ഡേറ്റ് എന്ന് ഒരു SEO പഠിക്കുന്ന ആൾക്കാരെയൊക്കെ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അതിനകത്ത് ഉൾപ്പെടുന്ന ക്വാളിറ്റി കുറവ് വരുത്തുന്ന കുറെ കാരണങ്ങൾ നമ്മൾ ഹൃദ്യമാക്കേണ്ടതും അത് നമ്മളെ പ്രാക്ടീസിനകത്ത് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. 2011 ഗൂഗിൾ നടത്തിയ പാണ്ടയെ പറ്റി നിങ്ങൾ ഇന്റർനെറ്റിനൊക്കെ പോണ സമയത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഗൂഗിൾ പാണ്ട ആൽഗോരിതം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട ആൻസർ കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ ഗൂഗിൾ നടത്തിയ ആൽഗോരിതം ചേഞ്ച് എന്നാണ്. ഗൂഗിൾ ആൽഗോരിതം ചേഞ്ചുകളായിട്ടുള്ള 2011 നടത്തിയ പാണ്ട അപ്ഡേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം 2011 നടത്തിയ അപ്ഡേഷൻ ഏതാണ്, പാണ്ട പറയാം. അല്ലെങ്കിൽ പാണ്ട അപ്ഡേഷൻ ആദ്യമായിട്ട് ഗൂഗിളിൽ നടത്തിയത് എപ്പോൾ എന്ന് ചോദിക്കാം, 2011. അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിന് വരാം. ആൽഗോരിതം ചേഞ്ചസിനെ പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ഏരിയക്കകത്ത് പഠിച്ചു പോകുന്ന, പ്രാക്ടീസ് ചെയ്തു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നിർബന്ധമുള്ള ഘടകം തന്നെയാണ്, ഒരു സംശയമാണ്. അപ്പൊ നമ്മള് 2011 ആൽഗോരിതം ചേഞ്ചിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ പാണ്ട അപ്ഡേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പാണ്ട അപ്ഡേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന സിമ്പിൾ ആൻസർ ഇതാണ്: കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ ഗൂഗിൾ നടത്തിയ ആൽഗോരിതം ചേഞ്ച് ആണ് പാണ്ട അപ്ഡേറ്റ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ള ഒരു സാധ്യത ഉണ്ടല്ലേ. എന്താണ് ഈ കണ്ടന്റ് സ്പാമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ പലതരത്തിലുള്ള കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് അവരുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ് ഗൂഗിൾ റിസൾട്ടിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിൽ വരുന്ന പല ആക്ടിവിറ്റീസ് ആണ് കണ്ടന്റ് സ്പാമിങ് എന്നറിയപ്പെടുന്നത്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ളതുണ്ട്. കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ, കണ്ടന്റ് സ്പാമിങ്ങിന് ഗൂഗിൾ പാണ്ട വെച്ച് പിടിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഇഷ്യൂ ആണ് കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ വേറൊരു വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത് പാണ്ട പോലെയുള്ള ആൽഗോരിതം ചേഞ്ചിനകത്ത് പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മൾ ഗൂഗിൾ ആൽഗോരിതം ചേഞ്ചുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മുൻഗണനാ ക്രമത്തിൽ അല്ലെങ്കിൽ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലോ നമുക്ക് അത് പറഞ്ഞു പോകുമ്പോൾ 2011 നടത്തിയിരിക്കുന്ന പാണ്ട അപ്ഡേഷനെ പറ്റി പഠിക്കാം. പാണ്ട അപ്ഡേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ നടത്തിയതാണെന്ന് പറയാം. കണ്ടന്റ് സ്പാമിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റുകളുടെ വെബ് മാസ്റ്റേഴ്സും അവരുടെ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റുകൾ മെച്ചപ്പെടുത്താതെ, കണ്ടന്റ് ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് അറേഞ്ച് ചെയ്യാതെ പലതരത്തിലുള്ള കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് റാങ്കിങ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമിച്ചിരുന്ന സംഗതികളാണ്, ആ പ്രാക്ടീസുകളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വളരെ സീരിയസ് ആയിട്ട് പിടിക്കപ്പെടാവുന്ന ഒരു തെറ്റാണ് കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ അഥവാ കണ്ടന്റ് പ്ലാഗരിസം എന്ന് പറയും. കണ്ടന്റ് പ്ലാഗരിസം എന്ന് പറയുന്നത് ഒരു ലീഗൽ ടേം ആണ്. LLB ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഈ കണ്ടന്റ് കോപ്പി അടിക്കുന്നതിനെ ലീഗലി പറയുന്ന ടേം ആണ് പ്ലാഗരിസം. നമ്മൾ കോളേജിലൊക്കെ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അബ്സ്ട്രാക്ട് എഴുതും. അബ്സ്ട്രാക്ട് എഴുതി കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ടീച്ചർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്ലാഗരിസം ഫ്രീ ആണല്ലോ അല്ലേ? നമുക്കൊന്നും മനസ്സിലാവുകയില്ല, പിന്നെ എന്നൊക്കെ പറയും. പ്ലാഗരിസം ഫ്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തൊന്നും കോപ്പി അടിച്ച സാധനം അല്ലല്ലോ എന്നാണ് ചോദിക്കണം. അപ്പം പ്ലാഗരിസം അല്ലെങ്കിൽ കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് സ്പാമിങ്ങിന് ഗൂഗിൾ പിടിക്കാവുന്ന ഒരു തെറ്റാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കണ്ടന്റ് കോപ്പി ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്താൽ ഗൂഗിൾ പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം ഉപയോഗിച്ച് നമ്മളെ വെബ്സൈറ്റിനെ പണിഷ് ചെയ്യും. പാണ്ട അപ്ഡേഷൻ അല്ലെങ്കിൽ പാണ്ട അപ്ഡേറ്റ്സ് 2011 ഗൂഗിൾ നടത്തിയത്. ഇത് എന്തിനെതിരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ എന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാം. കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസിനകത്ത് വരുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റിയാണ് കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ. വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് കണ്ടന്റ് കോപ്പി അടിച്ച് പബ്ലിഷ് ചെയ്യുന്നത് ഗൂഗിൾ പിടിക്കപ്പെടാവുന്ന തെറ്റാണ്. ക്വാളിറ്റി കുറഞ്ഞ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുള്ള, സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതും പാണ്ട ഉപയോഗിച്ച് ഗൂഗിൾ പണിഷ് ചെയ്യപ്പെടാവുന്ന തെറ്റുകളിലൊന്നാണ്. അഥവാ കണ്ടന്റ് സ്പാമിങ്ങിനകത്ത് വരുന്ന വേറൊരു ആക്ടിവിറ്റിയാണ്.
നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റ്സ് ഉപയോഗിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളൊക്കെ ഉള്ള കണ്ടന്റ്സ് ഉപയോഗിക്കുക. ഇതൊക്കെ പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം ഉപയോഗിച്ച് പിടിക്കപ്പെടാവുന്ന തെറ്റാണ്. അപ്പൊ അതും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, വരാൻ പാടില്ല. അതുപോലെ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് കണ്ടന്റ് സ്പിന്നിങ് നടത്തുക. വളരെ പുതിയൊരു ടേം കിട്ടി, കണ്ടന്റ് സ്പിന്നിങ്. എന്താണ് കണ്ടന്റ് സ്പിന്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിന് വേണ്ടി കണ്ടന്റ് നമ്മൾ റെഡിയാക്കുന്നു. ഈ റെഡിയാക്കുന്ന കണ്ടന്റ് പല പേജുകളിൽ അതിന് മാറ്റി മറിച്ചുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി ചില ആൾക്കാർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അല്പം മടിയൊക്കെ ഉള്ള ആൾക്കാർ 4 പാരഗ്രാഫ് കണ്ടന്റ് ആരെങ്കിലും കൊണ്ട് എഴുതി മേടിക്കും. ഒരു കണ്ടന്റ് റൈറ്ററിനെ കൊണ്ട് 4 പാരഗ്രാഫ് കണ്ടന്റ് തയ്യാറാക്കും. എന്നിട്ട് ആദ്യം ഇതിനെ ഒരു പേജിൽ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അടുത്തൊരു പേജിനകത്ത് ഇതിനെ മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ സെന്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പിൻ ചെയ്യും. ഇല്ലേ? കണ്ടന്റ് സ്പിന്നിങ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഉപായമുണ്ട്. നമ്മൾ കോളേജിൽ എക്സാമിന് പോകുമ്പോഴത്തേക്ക് 5 മാർക്കിന് പഠിച്ചുകൊണ്ട് പോയ ക്വസ്റ്റ്യൻ 50 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം തരം സ്പിന്നറായി മാറും. ഇല്ലേ? നമ്മൾ പിന്നെ വലിച്ചു വാരി, കാരണം 50 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 4-5 പേജ് എഴുതി തീർത്താലേ 50 മാർക്ക് കിട്ടത്തുള്ളൂ. ഇല്ലേ? ടീച്ചറിനെ പ്രീതിപ്പെടുത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറേ കണ്ടന്റ്. പക്ഷെ 5 മാർക്കിനെ പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ, 2-3 സെന്റൻസ് അതിനെ കുറിച്ച് അറിയാവും. നമ്മളെന്ത് ചെയ്യും? ഇതിനങ്ങോട്ട് വലിച്ചു വാരി എഴുതിയതിനെ തന്നെ തിരിച്ചും മറിച്ചും എഴുതി ഒന്നാം തരം സ്പിന്നറാണ്. അപ്പൊ കണ്ടന്റ് സ്പിന്നിങ് ഇനി മറന്നു പോകത്തില്ലല്ലോ. അപ്പൊ കണ്ടന്റ് സ്പിന്നിങ് ഗൂഗിള് പാണ്ട ആൽഗോരിതം ചേഞ്ച് ഉപയോഗിച്ച് പിടിക്കപ്പെടാവുന്ന ഒരു തെറ്റാണ്. ഇറ്റ് കംസ് അണ്ടർ കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റി. ഓക്കെ. ഇനി തിന്നായിട്ടുള്ള പേജസ് പബ്ലിഷ് ചെയ്യുന്നത് പിടിക്കപ്പെടാവുന്ന തെറ്റാണ്. എന്താണ് തിന്നായിട്ടുള്ള പേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത പേജുകളെ പറയുന്ന പേരാണ് തിൻ പേജസ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു വെബ് പേജിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ പേജുകളിൽ നമ്മൾ കണ്ടന്റ് ഒട്ടും ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ, കണ്ടന്റ് തീരെ ഇല്ലാത്ത പേജുകളെ പറയുന്ന പേരാണ് തിൻ പേജസ്. ഒട്ടും കണ്ടന്റ് ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഗൂഗിള് പാണ്ട ഉപയോഗിച്ചാണ് പിടിക്കപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പേജ് ഗൂഗിൾ ഒരു യൂസറിന് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിനകത്ത് ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലേ? അയാൾക്ക് അതിനകത്ത് ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ തിന്നായിട്ടുള്ള പേജുകളെ ഗൂഗിൾ എന്ത് ചെയ്യും? പാണ്ട ഉപയോഗിച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മൾ കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസിന്റെ പല ഉദാഹരണങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് പ്ലാഗറിസം അഥവാ കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ, ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റ്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉള്ള കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നത് പിടിക്കപ്പെടാൻ തെറ്റാണ്. കണ്ടന്റ് സ്പിന്നിങ്, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് ഒരു ടൈപ്പ് കണ്ടന്റ് ആഡ് ചെയ്തിട്ട് അതിനെ തന്നെ വേറെ പേജുകളിൽ തിരിച്ചും മറിച്ചും ഒക്കെ സ്പിൻ ചെയ്ത് എഴുതുന്നത് പിടിക്കപ്പെടാൻ തെറ്റാണ്. തിന്നായിട്ടുള്ള പേജസ്, തിൻ പേജസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത പേജുകളെ പറയുന്ന പേരാണ് തിൻ പേജസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടന്റ് റിച്ച് പേജസ്. കണ്ടന്റ് നല്ലോണം കണ്ടന്റ് ഉള്ള പേജുകളെ കണ്ടന്റ് റിച്ച് പേജസ് എന്ന് പറയും. അപ്പോൾ തിൻ പേജസ് പബ്ലിഷ് ചെയ്യുന്നതും ഗൂഗിള് പിടിക്കപ്പെടാവുന്ന തെറ്റാണ്. ഏത് അപ്ഡേഷൻ ഉപയോഗിച്ചാൽ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ട എന്ന് പറയുന്ന ഫിൽറ്റർ ഉപയോഗിച്ചാണ് ഗൂഗിൾ നിങ്ങളെയൊക്കെ ഇങ്ങനെ ഈ വക ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ ഗൂഗിൾ ഒഴിവാക്കുക. കീവേഡ് സ്റ്റഫിങ് ചെയ്താലും ആരുടെ പിടുത്തമാണ് കിട്ടുക? പാണ്ടയുടെ പിടുത്തമാണ് കിട്ടുക. അപ്പൊ കീവേഡ് സ്റ്റഫിങ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജ് ഒരു കീവേഡിന് റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി ആ കീവേഡിന്റെ ഒക്കറൻസ് അല്ലെങ്കിൽ ആ കീവേഡ് പല പ്രാവശ്യം നമ്മൾ വെബ് പേജിനകത്ത് കുത്തി നിറയ്ക്കുന്ന സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്ന ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് കീവേഡ് സ്റ്റഫിങ്. അതൊരു ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്കാണ്. ഇത് നിങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ടാലും ആരുടെ വഴിയാണ് പണി കിട്ടുക? പാണ്ട വഴിയാണ് നമുക്ക് പണി കിട്ടുക. പാണ്ട അപ്ഡേഷൻ, പാണ്ട ആൽഗോരിതം ചേഞ്ച് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ നടത്തിയാണ്. പലതരത്തിലുള്ള കണ്ടന്റ് സ്പാമിങ് നടത്തിയ ആൾക്കാർ അവരുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഉപയോഗിച്ചോ, തിന്നായിട്ടുള്ള പേജുകൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്ന കണ്ടന്റ് ഉപയോഗിച്ചോ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസ് ചെയ്തിരുന്ന വെബ് പേജുകളെയൊക്കെ സെർച്ച് റിസൾട്ട് വരാതെ ഗൂഗിൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ആൽഗോരിതം ചേഞ്ച് ആണ് പാണ്ട ആൽഗോരിതം ചേഞ്ച്. പാണ്ട ആൽഗോരിതം ചേഞ്ചിന്റെ പ്രത്യേകത കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ നടത്തി എന്നുള്ളതാണ്. പലതരത്തിലുള്ള കണ്ടന്റ് സ്പാമിങ് ആക്ടിവിറ്റീസ് ചെയ്ത് റാങ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്ന വെബ് പേജുകളെ പാടെ ഗൂഗിൾ അവഗണിച്ചു. ഗൂഗിളിന്റെ അഭിപ്രായത്തിൽ അവര് ക്വാളിറ്റി ഉള്ള റിസൾട്ടുകളെ അവരുടെ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ഹൈ ക്വാളിറ്റി റിസൾട്ട് കൊടുക്കാൻ അവര് ബാധ്യസ്ഥരാണ്, റെസ്പോൺസിബിൾ ആണ്. ആ രീതിയിലാണ് അവര് ക്വാളിറ്റി കുറഞ്ഞ ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന വെബ് പേജുകളൊക്കെ പാണ്ട ഫിൽറ്റർ ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ടേയിരുന്നേ, പണിഷ് ചെയ്തുകൊണ്ടേയിരുന്നേ, റിമൂവ് ചെയ്തുകൊണ്ടേയിരുന്നേ. പാണ്ട ആൽഗോരിതം ചേഞ്ച് നമ്മൾ ലാസ്റ്റ് പഠിച്ച പാണ്ട ആൽഗോരിതം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് സ്പാമിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റികളിൽ നമ്മൾ അവസാനം പഠിച്ചത് കീവേഡ് സ്റ്റഫിങ് എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾ ആൾറെഡി അതിനെക്കുറിച്ച് അവെയറാണ്.
പലതരത്തിൽ കീവേഡ് ആൾക്കാർ സ്റ്റഫ് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ പിടിക്കപ്പെടാവുന്ന തെറ്റാണ്. പാണ്ടയാണ് പിടിക്കുക. പാണ്ട അൽഗോരിതം ചേഞ്ച് അവർ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് റിസൾട്ടുകളെ, ക്വാളിറ്റി കുറഞ്ഞ ഒരുപാട് റിസൾട്ടുകളെ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റി? അവോയ്ഡ് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിനെ ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ കൊണ്ട് കുറച്ചുകൂടെ സന്തുഷ്ടമാക്കാൻ അവർക്ക് പറ്റി. ആൾക്കാർക്കൊക്കെ ക്വാളിറ്റിയുള്ള റിസൾട്ട് കിട്ടുമ്പോൾ ആൾക്കാരുടെ വിശ്വാസ്യത ഗൂഗിളിലേക്ക് കൂടുതൽ വിശ്വാസം കിട്ടും എന്നുള്ളതാണ് ഗൂഗിളിന്റെ ഒരു ഇതായിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? വിശ്വാസ്യത നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി, ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള വെബ് പേജുകളെ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റ് സ്പാമിംഗ് നടത്തുന്ന ആൾക്കാരെയൊക്കെ സെർച്ച് റിസൾട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി സ്ട്രോങ് ആൽഗോരിതം ചേഞ്ച് നടത്തി. അതിന് പറയുന്ന പേരാണ് ഗൂഗിൾ പാണ്ട ആൽഗോരിതം ചേഞ്ച്. 2011 നടത്തിയത്. ഇത് നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര വിജയമായിരുന്നു പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ ഒരുപാട് റിസൾട്ടുകൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റി. ഗൂഗിൾ സെർച്ച് റിസൾട്ട് മൊത്തത്തിൽ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ അവർക്ക് പറ്റി. ഇത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ പല വേർഷൻസ് അവർ നമുക്ക് ഇറക്കാൻ തുടങ്ങി. പാണ്ട 1, 1.1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൽഗോരിതം ചേഞ്ചസ് പാണ്ടയുടെ പേരിൽ തന്നെ അവർ പല വേർഷൻസ് അവർ ഇറക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇതിനെപ്പറ്റി ചില ഗോസിപ്പുകളൊക്കെ പ്രചരിച്ചിരുന്നത് ഇന്ത്യയിലുള്ള മനീഷ് പാണ്ഡെ എന്നുള്ള ഒരാളാണ് ഇതിന്റെ ഉപജ്ഞാതാവെന്നും അതുകൊണ്ടാണ് പാണ്ഡെ എന്നുള്ള പേരിട്ടേക്കണമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാരന്മാർ കുറെ ഗോസിപ്പ് തള്ളലൊക്കെ ഇറക്കി. പക്ഷെ ശരിക്കും അതുവരെ ഒരു ബന്ധവുമില്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ആൽഗോരിതം ചേഞ്ചുകൾ വന്നപ്പോൾ അതിന്റെ പിന്നീട് വന്ന ആൽഗോരിതം ചേഞ്ചസ് ആണ് പെൻഗ്വിൻ, ഹമ്മിങ് ബേർഡ്, അങ്ങനെയുള്ള പല പീജിയൻ, അങ്ങനെ പല അപ്ഡേഷൻസ് വന്നപ്പോൾ അതിനൊക്കെ പേരിട്ടേക്കുന്നത് എക്സ്റ്റിങ്ക്ട് സ്പീഷീസുകളായിരുന്നു. ആ ഒരു രീതിയിലാണ് പാണ്ടയും ഇടം നേടിയത്. പാണ്ട എന്നുള്ള പേരിട്ടത് ഗൂഗിൾ പാണ്ട ആൽഗോരിതം ചേഞ്ച് കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ നടത്തിയ ആൽഗോരിതം ചേഞ്ച് ആണ്. ഇത് പല വേർഷൻസ് നടത്തിയെന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, പ്രത്യേകം കുറിച്ചു വെക്കാനുള്ള ഒരു വേർഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. പാണ്ട 4.0 എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ച് ഗൂഗിൾ നടത്തി. 2014 നടത്തിയത്. മെയ് മാസം 19 ഗൂഗിൾ അത് നടത്തിയത്. തീയതി വലിയ പ്രാധാന്യമില്ല, ഇയർ വേണമെങ്കിൽ കുറച്ച് വെച്ചോളൂ. 2014 മെയ് മാസത്തിൽ 4.0 എന്നുള്ള പാണ്ട 4.0 എന്നുള്ള ആൽഗോരിതം ചേഞ്ച് ഗൂഗിൾ നടത്തി. ഇതിന്റെ പ്രത്യേകത ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷനുള്ള ഒരുപാട് റിസൾട്ടുകളെ ഗൂഗിളിന് ഈ ഒരു പാണ്ട 4.0 വഴി അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. രണ്ടാമത്തേത്, ഗൂഗിൾ പാണ്ട എന്ന് പറയുന്ന ഫിൽറ്ററിനെ ഒരു പെർമനന്റ് ഫിൽറ്റർ ആയിട്ട് അവരുടെ ആൽഗോരിതത്തിനകത്തോട് ചേർത്തു. റിപ്പീറ്റ് ചെയ്യാം, പാണ്ട എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ആക്കി അവരുടെ ആൽഗോരിതത്തിനകത്ത് പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം ഒരു പെർമനന്റ് ഫിൽറ്റർ ആയിട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇതുപോലെയുള്ള കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂസ് ഉള്ള ഏതെങ്കിലും വെബ് പേജുകൾ വന്നു കഴിഞ്ഞാൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ ഒക്കെ ഉള്ള പേജുകൾ വന്നു കഴിഞ്ഞാൽ ആ ഫിൽറ്റർ എന്ത് ചെയ്യും? ആ പേജിനെ അവരുടെ ക്യാച്ചിനകത്തേക്ക് ഉൾക്കൊള്ളിക്കില്ല. നമ്മൾ കൊടുക്കുന്ന പേജിന്റെ ടൈറ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലോ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേജിന്റെ കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ, പേജ് കണ്ടന്റിനകത്ത് ക്വാളിറ്റി ഒട്ടും ഇല്ലെങ്കിലോ, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റ്സ് ആണെങ്കിലോ, സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിലോ, കണ്ടന്റ് ഒട്ടുമില്ലാത്ത തിൻ പേജസ് ആണെങ്കിലോ, ഒരുപാട് കീവേഡുകൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ പലതരത്തിലുള്ള ഇതുപോലുള്ള കണ്ടന്റ് സ്പാമിംഗ് ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഗൂഗിള് പാണ്ട 4 ഉപയോഗിച്ച് ആ ക്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഗൂഗിൾ ക്രോൾ ചെയ്ത് അതിന്റെ ക്യാച്ച് എടുക്കുമ്പോൾ തന്നെ ഈ പാണ്ട എന്നുള്ള ഫിൽറ്റർ വഴി കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളുള്ള പേജുകളെയൊക്കെ ഗൂഗിൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ഒഴിവാക്കും. അപ്പൊ നമുക്ക് എൻട്രി കിട്ടുകയില്ല. ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ടാവും, ക്യാച്ച് എടുത്ത് ഇൻഡെക്സ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നമ്മളെ പേജിനകത്ത് ക്വാളിറ്റി മെച്ചപ്പെടുത്താനും ക്വാളിറ്റിയിൽ കുറവ് വരുത്താതിരിക്കാനും ഒക്കെ നമ്മൾ പ്രയത്നിക്കണം എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമാണ്. പെർമനന്റ് ഫിൽറ്റർ ആയിട്ട് സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ഇഷ്യൂസ് വരുന്ന വെബ് പേജുകളെ ഗൂഗിൾ ക്രോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ക്യാച്ചിൽ വരാതെ, അത് ഇൻഡെക്സ് ചെയ്യാതെ അവിടെ തന്നെ റിമൂവ് ചെയ്യപ്പെടും. പാണ്ട 4.0 2014 മെയ് മാസത്തിലാണ് നടത്തിയത്. ഇത് പെർമനന്റ് ഫിൽറ്റർ ആയിട്ട് ആഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ആൽഗോരിതം ചേഞ്ചാണ്.
അല്ല, ചിലപ്പോഴേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാണ്ട 4.0 പ്രത്യേകത എന്താണെന്നോ എന്താ സംഭവിച്ചെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് പെൻഗ്വിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ചിനെ പറ്റിയാണ്. പെൻഗ്വിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ച് 2012 ഗൂഗിൾ നടത്തിയത്. ഏത് വർഷം എന്നൊക്കെ ചിലപ്പോൾ ഇന്റർവ്യൂ ചോദിക്കാം. പെൻഗ്വിൻ ഏത് വർഷമാണ് ആദ്യമായിട്ട് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012. ഇനി പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് സ്പാമിങ്ങിനെതിരെ ഗൂഗിൾ നടത്തിയ ആൽഗോരിതം ചേഞ്ചാണ്. ഗൂഗിൾ പെൻഗ്വിൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് ലിങ്ക് സ്പാമിങ്ങിനെതിരെ നടത്തിയ ആൽഗോരിതം ചേഞ്ചാണ്. എന്താണ് ലിങ്ക് സ്പാമിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലിങ്ക് സ്പാമിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ആൾക്കാർ അവരുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവരുടെ റാങ്കിങ് മാനിപ്പുലേഷൻസ് നടത്താൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചിരുന്നു. പലതരത്തിലൊക്കെ ലിങ്ക്സ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആൾക്കാർ നടത്തിയിരുന്നു. അങ്ങനെ ലിങ്ക്സ് ബിൽഡ് ചെയ്ത് റാങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് വരാൻ അത് കാരണമാവുകയും അത് ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിന്റെ ക്വാളിറ്റിയെ ബാധിക്കുകയും ചെയ്ത ഒരു സിറ്റുവേഷനിലാണ് ഗൂഗിൾ എന്ത് ചെയ്തത്? പെൻഗ്വിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ച് നടത്തിയത്. അപ്പോൾ പെൻഗ്വിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ച് 2012 ഗൂഗിൾ ആദ്യമായിട്ട് നടത്തിയത്. പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ച് അല്ലെങ്കിൽ പെൻഗ്വിൻ ആൽഗോരിതം അപ്ഡേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് സ്പാമിങ്ങിനെതിരെ നടത്തിയെന്ന് പറയാം. ലിങ്ക് സ്പാമിങ്ങിനകത്ത് വരുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഒന്ന്, പെയ്ഡ് ലിങ്ക്സ് എടുക്കുക. കാശ് കൊടുത്ത് ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് മേടിക്കുകയോ കാശിന് നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് വേറെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് സെൻഡ് ചെയ്യുകയോ ചെയ്താൽ അത് ഗൂഗിളിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പെൻഗ്വിൻ നിങ്ങളെ വെബ്സൈറ്റിനെ സെർച്ച് റിസൾട്ടിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, പെയ്ഡ് ലിങ്ക്സ് പണിഷബിൾ ആണ്. കാരണം ഗൂഗിള് അവരുടെ പോളിസി അനുസരിച്ച് അവര് പെയ്ഡ് ലിങ്ക് ബിൽഡിങ്ങിന് എതിരാണ്. അവരുടെ പോളിസിക്ക് വിരുദ്ധമാണ് ആൾക്കാർ പേയ്മെന്റ് കൊടുത്ത് ലിങ്ക് മേടിക്കുന്നതും പേയ്മെന്റ് ലിങ്ക് സെല്ല് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെയുള്ള പെയ്ഡ് ലിങ്ക്സ് എടുക്കുന്ന ആൾക്കാരോ പേയ്മെന്റ് മേടിച്ചിട്ട് ലിങ്ക് സെല്ല് ചെയ്യുന്ന ആൾക്കാരെയോ ഗൂഗിൾ എന്ത് ചെയ്യും? പെൻഗ്വിൻ ഉപയോഗിച്ച് പണിഷ് ചെയ്യും. ലിങ്ക് സ്പാമിങ്ങിനകത്ത് നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ട സംഗതി ഒന്നാണ് ലിങ്ക് എക്സ്ചേഞ്ച്. എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ലിങ്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ, 1-2 ലിങ്കുകൾ കിട്ടിയാൽ നമ്മൾ റാങ്ക് ചെയ്ത് വരും എന്നുള്ള ഒരു സമയത്തിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ സമീപിച്ചിട്ട് അവിടുത്തെ ചോദിക്കണം, നമുക്ക് നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് എനിക്കൊരു ലിങ്ക് തരുമോ? അപ്പൊ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ് അയാളെങ്കിൽ അയാൾ തിരിച്ചു കഴിഞ്ഞോട് ചോദിക്കും, ഓക്കെ ഞാനൊരു ലിങ്ക് തരാം, എനിക്ക് നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ലിങ്ക് തരുമോ? അപ്പം ലിങ്ക് എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഒരു സമയത്ത് നടന്നിരുന്നു. അതിന് എതിരാണ് ഗൂഗിൾ. ലിങ്ക് എക്സ്ചേഞ്ച് നടത്തി റാങ്കിങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഗൂഗിള് പെൻഗ്വിൻ ഉപയോഗിച്ച് നമ്മളെ പണിഷ് ചെയ്യും. ലിങ്ക് എക്സ്ചേഞ്ച് ലിങ്ക് സ്പാമിങ്ങിനകത്ത് വരുന്ന പഠിച്ച രണ്ടാമത്തെ സംഗതിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും മെക്കാനിസം ഉപയോഗിച്ച് ലിങ്ക്സ് ബിൽഡ് ചെയ്യുക. ലിങ്ക് ഫാമിംഗ് എന്നാണ് പറയാം. ലിങ്ക് ഫാമിംഗ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് പല വെബ്സൈറ്റുകളിലൊക്കെ ലിങ്ക്സ് വിത്ത് വിതയ്ക്കുന്നത് പോലെ ലിങ്ക്സ് ആഡ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ചില ഡെവലപ്പർമാർ കണ്ടെത്തി. അങ്ങനെ ലിങ്ക്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ ഗൂഗിൾ എന്ത് ചെയ്യും? പെൻഗ്വിൻ ഉപയോഗിച്ച് പണിഷ് ചെയ്യും. ലിങ്ക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ഫാമിംഗ് എന്നുള്ള കാറ്റഗറിക്കകത്താണ് ഈ ഇങ്ങനെയുള്ള സംഗതികൾ വരിക. ലിങ്ക് ഓട്ടോമേഷൻ, ലിങ്ക് സ്കീമുകൾ, ഇതൊക്കെ ഇതിന്റെ കീഴിൽ വരണം. എന്താണ് ലിങ്ക് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വെബ്സൈറ്റുകൾ അവരൊരു സ്കീം പോലെ തന്നെ ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റി നടത്തും. നമുക്ക് നമ്മളെ ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് അവരുടെ വെബ്സൈറ്റിനകത്ത് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റിലേക്കാണ് ലിങ്ക് വേണ്ടത് അത് നമുക്ക് അവിടെ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനകത്ത് വേറെ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മളെ ലിങ്ക് അവർ കൊടുക്കും. എന്നിട്ട് നമുക്കൊരു ലിസ്റ്റ് ഓഫ് ലിങ്ക് തരും നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കാൻ, ഇതുപോലെ ജോയിൻ ചെയ്തിരിക്കുന്ന വേറെ ആൾക്കാർ. അത് ലിങ്ക് എക്സ്ചേഞ്ച് പോലെ വരത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 25 പേര് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ അഞ്ച് വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക് കൊടുക്കുന്നു. ആ ലിങ്ക് കൊടുത്തിരിക്കുന്ന സൈറ്റുകൾക്കായിരിക്കില്ല എന്റെ ലിങ്ക് കൊടുക്കുക. അതിനകത്ത് സ്കീമിനകത്ത് അത് മാറ്റി കൊടുക്കും. ഇത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് റെഫറൽ.com എന്ന വെബ്സൈറ്റിൽ പണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്.
അതിനകത്ത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലായിരുന്നു. അതുപോലെ അന്നൊന്നും ഇതുപോലെയുള്ള പണിഷ്മെന്റ് സംഗതികളൊന്നും വന്നിട്ടില്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008-ലോ 2009-ലോ ഈ ലിങ്ക് സ്കീമുകളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ബ്ലോഗുകളിലേക്ക് വെബ്സൈറ്റിലേക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി linkreferral.com എന്ന വെബ്സൈറ്റിനകത്ത് ജോയിൻ ചെയ്താൽ എന്താ സംഭവിക്കുക? ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ലിങ്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ആ വെബ്സൈറ്റുകാർ ഇതുപോലെ ജോയിൻ ചെയ്തിരിക്കുന്ന ബാക്കി ആൾക്കാർക്ക് നമ്മൾ ലിങ്ക് കൊടുക്കും. അപ്പൊ അവരവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ലിങ്ക്. അപ്പൊ എനിക്കൊരു 20 ലിങ്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വെബ്സൈറ്റിൽ നിന്ന് 20 വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ എനിക്ക് 20 പോയിന്റ് കിട്ടും. ഈ പോയിന്റുകൾ എനിക്ക് എന്താക്കാം? 20 വെബ്സൈറ്റുകൾ അതിന് ജോയിൻ ചെയ്തിരിക്കുന്ന ബാക്കി 20 പേരിൽ നിന്നും കിട്ടുന്ന ലിങ്ക് ആക്കാം. എന്തെളുപ്പ പരിപാടിയില്ലേ? അങ്ങനെ ലിങ്ക് സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ, പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് ലിങ്ക്സ് കിട്ടിയാൽ റാങ്ക് ചെയ്ത് വരുമെന്ന് അറിയാം. അപ്പൊ അവർക്ക് എങ്ങനെ ലിങ്ക്സ് ബിൽഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എഴുതി പോസ്റ്റ് ഇട്ട് അതിനകത്തുനിന്ന് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ലിങ്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവരുടെ തന്നെ എന്തെങ്കിലും സ്കിൽസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും മെക്കാനിസം ചെയ്യുക, ഓട്ടോമേഷൻ നടത്തുക, ഒരു ബോട്ട്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി ഈ പ്രോഗ്രാം തന്നെ പല വെബ്സൈറ്റിനകത്ത് ലിങ്ക് ഇൻജെക്ട് ചെയ്യുക, SQL ഇഞ്ചക്ഷൻ പോലുള്ള ആക്ടിവിറ്റി ചെയ്യുക, വെബ്സൈറ്റുകളെ ഹാക്ക് ചെയ്യുക. അതൊക്കെ ഒരു ഇടക്കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായതാണ്. വെബ്സൈറ്റുകളുടെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് എടുക്കുക. എന്നിട്ട് അതിന് എന്തെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക്സ് ബിൽഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ലിങ്ക് ഫാമിംഗ് എന്നുള്ള സംഗതിക്കകത്താണ് വരുന്നത്. ഇറ്റ്സ് എ പണിഷബിൾ ഇഷ്യൂ. നമ്മുടെ വെബ്സൈറ്റിനകത്ത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തതായിട്ട് ഗൂഗിൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെൻഗ്വിൻ പോലെയുള്ള പണിഷ്മെന്റിൽ നമ്മളെ വെബ്സൈറ്റും പിടിക്കപ്പെടും. കമന്റ് സ്പാമിംഗ്, ലിങ്ക് സ്പാമിങ്ങിനകത്ത് കമന്റുകൾ ആഡ് ചെയ്തിട്ട് ലിങ്ക്സ് ബിൽഡ് ചെയ്യുന്ന രീതികൾ ആൾക്കാർ ചെയ്തിരുന്നു. ഇതും പണിഷബിൾ ആയിരുന്നു. കമന്റ് സ്പാമിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പണിഷബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് പോയി അവിടെ ഒരു ബ്ലോഗിനകത്ത് നമ്മൾ കമന്റ് ആഡ് ചെയ്തു. ആ കമന്റിന്റെ കൂടെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് കൂടെ പേസ്റ്റ് ചെയ്തു. അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ലിങ്ക്സ് ബിൽഡ് ചെയ്യുന്നതൊക്കെ ഗൂഗിൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ലിങ്ക്സ് ബിൽഡ് ചെയ്ത് നിങ്ങൾ റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പെൻഗ്വിൻ ഉപയോഗിച്ച് നിങ്ങളെ പണിഷ് ചെയ്യും. ഒത്തിരി ഗസ്റ്റ് ബ്ലോഗിംഗ് ചെയ്ത് ലിങ്ക്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെയും പെൻഗ്വിൻ ഉപയോഗിച്ച് ഗൂഗിൾ പണിഷ് ചെയ്യാറുണ്ട്. ഗസ്റ്റ് ബ്ലോഗിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനകത്ത് ബ്ലോഗ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ടോപ്പിക്കിൽ നമ്മൾ കുറച്ചുകൂടെ വിസിബിൾ ആകുമ്പോൾ വേറെ കമ്പനിക്കാരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വെബ്സൈറ്റിനകത്ത് നിങ്ങളെ ഗസ്റ്റ് ബ്ലോഗിംഗ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. ഇപ്പൊ ബ്ലോഗിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേറെ കമ്പനികൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുമോ, അവരുടെ പ്രോഡക്റ്റിനെ പറ്റി മെൻഷൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു ചെയ്യാറുണ്ടല്ലോ. അതുപോലെ നമ്മളൊരു ടോപ്പിക്കിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് ഭയങ്കര ഒരുപാട് ബ്ലോഗ് പോസ്റ്റുകളൊക്കെ എഴുതി ആ ഏരിയയിൽ ഓതർഷിപ്പ് കൂടിയ ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു ബ്ലോഗറായി മാറുമ്പോൾ ആ ടോപ്പിക്കിൽ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകളോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വെബ്സൈറ്റിൽ പോയി ഒരു ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ആക്ടിവിറ്റി ഒരു 2011 ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് ചെയ്യാറുണ്ട്. ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഒക്കെ തയ്യാറാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? വെബ്സൈറ്റിലൊക്കെ പോയി ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്യും. അപ്പൊ ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്യുമ്പോൾ അവിടെ ഏത് വെബ്സൈറ്റിനകത്താണ് പോയി ഗസ്റ്റ് ബ്ലോഗ് പബ്ലിഷ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു ലിങ്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് എടുക്കും. അവരുടെ പ്രൊഫൈലിനകത്ത് അന്ന് അവരെ പറ്റി മെൻഷൻ ചെയ്തിട്ട് ഒരു ലിങ്ക് എടുക്കും. അങ്ങനെ ലിങ്ക് എടുക്കുമ്പോൾ ചില ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. ചില കമ്പനികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ പറയും നമ്മളെ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്യാൻ പറ്റുമോ, അതിന് നിങ്ങൾക്ക് ഇത്ര കോസ്റ്റ് ആകും. അപ്പൊ ഈ ബ്ലോഗേഴ്സ് ഒക്കെ ഓരോ പ്രോഡക്റ്റിനെ പറ്റി ആപ്പിനെ പറ്റിയൊക്കെ പൊഴുത്തി പറഞ്ഞ പേയ്മെന്റിന്റെ ബേസിൽ തന്നെയാണല്ലോ. കണ്ടിട്ടില്ലേ? യൂട്യൂബേഴ്സ് ഒക്കെ ഓരോ ആപ്പുകളെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്, ട്രേഡിംഗ് ആപ്പ്, എജു ആപ്പ് ഇല്ലേ? അതുപോലെ ബ്ലോഗേഴ്സിനെ കമ്പനികൾ തന്നെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഗസ്റ്റ് ബ്ലോഗിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുമോ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒന്ന് ഗസ്റ്റ് ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എഡിറ്റോറിയൽ പവർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക്കിനകത്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെയുള്ള ഡിവൈസുകളെ പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതി ആ ആർട്ടിക്കിളിലൊക്കെ ഒരുപാട് വിസിറ്റ് ഒക്കെ കിട്ടി ആ ഒരു ഏരിയക്കകത്ത് നല്ലോണം പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓതറാണ് ഞാനെങ്കിൽ ആ ഏരിയയിൽ എനിക്ക് എഡിറ്റോറിയൽ പവർ ഉണ്ടാവും. അപ്പൊ അതുപോലെ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവരെ വെബ്സൈറ്റിനകത്ത് പോയി ഒരു ഓതർ എന്റെ ഓതർഷിപ്പിൽ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് നല്ലതാണ്. കാരണം ഞാൻ ഒരുപാട് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ബ്ലോഗുകൾ ഈ ഗാഡ്ഗറ്റുകളെ പറ്റിയൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ എനിക്ക് ആ ഏരിയക്കകത്ത് ഒരുപാട് എഡിറ്റോറിയൽ പവർ ഉണ്ടെങ്കിൽ
ആ എഡിറ്റോറിയൽ പവറുള്ള ഞാൻ അവരുടെ വെബ്സൈറ്റിനകത്ത് പോയി ഒരു പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് വളരെ ഗുണം ചെയ്യും. ഓതർഷിപ്പ് എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ട്. എഡിറ്റോറിയൽ പവർ, എഡിറ്റോറിയൽ പവർ എങ്ങനെ സൂചിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഹിഷാം ഒരു കഥാകൃത്താണ്, ഒരു നോവൽ എഴുതിയ ആളാണ്. അപ്പൊ ഞാൻ ഹിഷാമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹിഷാമിനെ പരിചയപ്പെടുത്തപ്പെട്ടോളൂ. ഹിസ് എ നോവലിസ്റ്റ്. ഇന്ന നോവലില്ലേ അത് എഴുതിയത് ഹിഷാമാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ഹിസ് എഡിറ്റോറിയൽ പവർ അല്ലേ, അയാളുടെ ഓതർഷിപ്പ്. ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് ഹിഷാമിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, 5 നോവൽ എഴുതിയിട്ടുള്ള ആളാണ്. അതും എന്താണ് സൂചിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ പവറാണ് സൂചിപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിലോ, അദ്ദേഹത്തിന്റെ ഒരു നോവൽ സിനിമ ആക്കിയിട്ടുണ്ടെങ്കിലോ, ഇന്ന സിനിമ എടുത്തില്ലേ, ആ സിനിമയിലെ കഥ എഴുതിയ ആള് ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വിന്നറാണ്. അങ്ങനെ എഡിറ്റോറിയൽ പവർ കൂടുന്ന ഒരുപാട് ആർട്ടിക്കിൾ എഴുതുമ്പോഴോ ഒരുപാട് കാര്യങ്ങൾ നടത്തുമ്പോഴൊക്കെ അയാൾക്ക് എഡിറ്റോറിയൽ പവർ കൂടും. അതുപോലെ ബ്ലോഗ് എഴുതുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? ഓതർഷിപ്പ് വാല്യൂ ഉണ്ടാവും. 5 ബ്ലോഗുകൾ അല്ലെങ്കിൽ 50 ബ്ലോഗ് വെബ്സൈറ്റുകളിൽ എഴുതാറുള്ള ഒരാളിന്റെ പവർ എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ പവർ കൂടുതലായിരിക്കും. എഡിറ്റോറിയൽ പവർ സൂചിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലോഗിൽ മാത്രം നിങ്ങൾ പോസ്റ്റ് ഇടുന്നുള്ളൂ. ഒരു ബ്ലോഗിൽ ഓതർഷിപ്പ് ഉള്ള ആളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് വേറെ വെബ്സൈറ്റുകളിലും കൂടെ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാനായി നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 30-40 ആൾക്കാരാണ് നിങ്ങളുടെ ബ്ലോഗ് വായിക്കുന്നത്. സെയിം ടൈമിൽ നിങ്ങൾക്ക് സോഫ്റ്റ് വ്യൂമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. സോഫ്റ്റ് വ്യൂമിന്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങളൊരു പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 30-40 എന്നുള്ള എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഔട്ട്റീച്ച് എന്നുള്ളത് ഒരു 300-400-500-ലേക്കൊക്കെ മാറും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് എഡിറ്റോറിയൽ പവർ കിട്ടി, അല്ലെങ്കിൽ ഓതർഷിപ്പ് അവിടെ ചെയ്യാൻ പറ്റി. ചിലപ്പോൾ നിങ്ങൾക്ക് 3000-4000 ആൾക്കാർ വായിക്കുന്ന സർക്കിളിലേക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾസ് പോകും അല്ലേ. അപ്പൊ അവിടെ നിങ്ങളുടെ എഡിറ്റോറിയൽ പവർ കൂടും. ഇനി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇന്ത്യ ടൈംസിന്നോ BBC-ന്നോ യാഹു ന്യൂസിനകത്തുനിന്നോ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പൊ ഈ 3000-4000 എന്നുള്ളത് ചിലപ്പോൾ 30,000-40,000 3 ലക്ഷത്തിലോട്ടൊക്കെ കടന്നു പോകും നിങ്ങളുടെ ഔട്ട്റീച്ച്. മനസ്സിലായോ? അങ്ങനെ എഴുതി വരുമ്പോൾ നിങ്ങളുടെ എഡിറ്റോറിയൽ പവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടിയ ഒരാള് ഒരു വെബ്സൈറ്റിനകത്ത് ഗസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിനും അതിന്റെ ഗുണം ചെയ്യും. പിടിയോ? അപ്പൊ ഗസ്റ്റ് ബ്ലോഗിങ് ഒരു നല്ല വർക്ക് തന്നെയാണ്. പക്ഷെ കണ്ടമാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഹിഷാം ഒരു ഗസ്റ്റ് ബ്ലോഗ് ഒരു കമ്പനി പോയി ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ലിങ്ക് ഹിഷാമിനൊക്കെ കിട്ടിയപ്പോൾ ഹിഷാമിന് ഗുണം ചെയ്തു, ആ കമ്പനിക്കും ഗുണം തന്നെയാണ്. അപ്പൊ ഹിഷാമിന്റെ കുറെ കീബോർഡുള്ള റാങ്കിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ. ഇനി അടുത്തൊരു ഓപ്ഷൻ കിട്ടുമ്പോഴത്തേക്കും ഹിഷാം എന്ത് ചെയ്യും? അതും ചെയ്തു. ഇപ്പൊ രണ്ടാമതൊരു വെബ്സൈറ്റിൽ പോയി ബുക്ക് മാർക്ക് ഇതുപോലെ ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്തപ്പോഴും ഹിഷാമിന്റെ റാങ്കിങ് ഒക്കെ നല്ലോണം മെച്ചപ്പെട്ടു. കാരണം ആ സെയിം ടൈമിൽ ഹിഷാമിന് 2 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു റാങ്കിങ് ഇംപ്രൂവ്മെന്റ്സ് ചിലപ്പോൾ ഹിഷാമിന് കൂടുതൽ ഗസ്റ്റ് ബ്ലോഗിങ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇല്ലേ. ഇനിയും ഗസ്റ്റ് ബ്ലോഗിങ് കിട്ടിയിരുന്നെങ്കിൽ ഒരു 5-6 വെബ്സൈറ്റുകളിൽ നിന്ന് ഇതുപോലെ ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്ത ലിങ്ക് കിട്ടിയാൽ ഹിഷാമിന്റെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് റാങ്കിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാം. പക്ഷെ ഇത് ഒരുപാട് ചെയ്ത് ഒരു വ്യാവസായിക ചെയ്യുമ്പോൾ പിടി വീഴാൻ ചാൻസ് ഉണ്ട്. അത് ആരുടെ പിടിയാ വീഴുക? പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ചുകൾ നടത്തുമ്പോൾ പെൻഗ്വിൻ പിടിക്കാറുണ്ട്. ഒരുപാട് ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്ത് നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണിഷ് ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പൊ പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ചും ആ ചേഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ലിങ്ക് സ്പാമിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി എന്തൊക്കെ ഉൾപ്പെടുന്നതാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലിങ്ക് സ്പാമിങ്ങിന് പിടിക്കപ്പെടാവുന്ന തെറ്റുകൾ പെയ്ഡ് ലിങ്ക്സ്, കാശ് കൊടുത്ത് ലിങ്ക് മേടിക്കുന്നതും കാശിന് ലിങ്ക് സെറ്റ് ചെയ്യുന്നതും ഗൂഗിളിന്റെ പോളിസീസിന് എതിരാണ്. അത് പണിഷ് ചെയ്യാവുന്ന തെറ്റാണ്. ലിങ്ക് എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്സ് എടുത്ത് ഇത് ചെയ്യുന്ന രീതി പണിഷ് ചെയ്യാവുന്ന ഒരു തെറ്റാണ്. അതുപോലെ തന്നെ ലിങ്ക് ഫാമിംഗ് ആക്ടിവിറ്റീസ് നടത്തുക അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികളോ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് പല വെബ്സൈറ്റുകളിലൊക്കെ പോയി ലിങ്ക് ഇൻജെക്ട് ചെയ്യുക, SQL ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്ക് ചെയ്തൊക്കെ ലിങ്ക് എടുക്കുക. അങ്ങനെയുള്ള പല സംഗതികളും ആൾക്കാർ ഡെവലപ്മെന്റ് സ്കിൽസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് നോക്കാറുണ്ട്. അതൊക്കെ ഗൂഗിള് കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെൻഗ്വിൻ ഉപയോഗിച്ചാണ് പണിഷ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചത് കമന്റ് സ്പാമിങ്. ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ പോയി ബ്ലോഗ് പോസ്റ്റിലൊക്കെ പോയി കമന്റ് ആഡ് ചെയ്തിട്ട് ആ കമന്റിനകത്ത് ലിങ്ക്സ് ആഡ് ചെയ്യുന്ന ഒരു രീതി ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അതും പണിഷബിൾ ആണ്. പെൻഗ്വിൻ ഉപയോഗിച്ചാൽ പണിഷ് ചെയ്യും. ഒരുപാട് ഗസ്റ്റ് ബ്ലോഗിങ് നടത്തിയാലും ഒരുപാട് ലിങ്കിന് വേണ്ടി തന്നെ, ലിങ്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, നിങ്ങൾ റാങ്കിങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ലിങ്ക്സ് എടുക്കുന്ന രീതിയിൽ ഒരുപാട് ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്ത് നടക്കുന്ന ആൾക്കാർക്കും പണിഷ്മെന്റ് ഗൂഗിൾ കൊടുക്കാറുണ്ട്.
ഇതേ കാറ്റഗറി വരുന്ന വേറൊരു സംഗതിയാണ് വിക്കി സ്പാമിംഗ്. വിക്കിപീഡിയ പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് പോയി എഡിഷൻസ് വരുത്താൻ പറ്റും. നമുക്ക് വിക്കിപീഡിയക്കകത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുള്ള പേജുകൾ മോഡിഫൈ ചെയ്യാം, എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ് വിക്കിപീഡിയ പോലുള്ള സൈറ്റ്. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ഒരു എഡിറ്ററായിട്ട് ജോയിൻ ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്കുകൾ എഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുക്കുന്ന രീതികൾ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു. ഇത് എന്തിലേക്ക് നീങ്ങി? വിക്കി സ്പാമിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ ആക്ടിവിറ്റിയിലേക്ക് നീങ്ങി. വിക്കിപീഡിയ പോലെയുള്ള, വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ വലിയ സൈറ്റ് ആണല്ലോ, ഒരുപാട് ആൾക്കാർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഗ്രാബ് ചെയ്യുന്ന ഒരു വലിയ വൻകിട സൈറ്റാണ് വിക്കിപീഡിയ. അപ്പൊ അത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ നമുക്ക് ഭയങ്കര റാങ്കിങ് ഇംപ്രൂവ്മെന്റ് കിട്ടും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിക്കിപീഡിയയിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന കണ്ടന്റ്സ് ആണ് വിക്കിപീഡിയക്കകത്ത് കിടക്കുക. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ വിക്കിപീഡിയയുടെ പേജിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക്, അവരുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുക്കുന്ന ഒരു പ്രാക്ടീസ് ഉടലെടുത്തു. അങ്ങനെ വിക്കിപീഡിയയിൽ നിന്നൊക്കെ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുത്ത് റാങ്ക് ചെയ്ത് വരുന്ന, റാങ്കിങ് മാനിപ്പുലേഷൻ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് വിക്കി സ്പാമിംഗ്. അതും എന്തുപയോഗിച്ച് ഗൂഗിൾ പണിഷ് ചെയ്യാൻ തുടങ്ങി? പെൻഗ്വിൻ ഉപയോഗിച്ച് പണിഷ് ചെയ്യാൻ തുടങ്ങി. പെൻഗ്വിനും പാണ്ട പോലെ ഭയങ്കര വിജയകരമായിട്ടുള്ള ഒരു ആൽഗോരിതം ചേഞ്ച് തന്നെയായിരുന്നു. വിജയകരം എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകളെ സെർച്ച് റിസൾട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റി. പാണ്ട ആൽഗോരിതം ഭയങ്കര വിജയമായപ്പം പല വെർഷൻസ് നടത്തിയതുപോലെ പെൻഗ്വിനും വിജയിച്ചു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ആൽഗോരിതം ചേഞ്ചസ് അവര് പെൻഗ്വിന്റെ തന്നെ പല വേർഷൻസ് അങ്ങോട്ട് ഇറക്കാൻ തുടങ്ങി. ആൾക്കാർ സ്പാമി ആയിട്ടുള്ള ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യുന്നു, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ എണ്ണം പറഞ്ഞ് അങ്ങനെ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ആർക്ക് പറ്റി? പെൻഗ്വിൻ പോലെയുള്ള ആൽഗോരിതം നടത്തിക്കൊണ്ട് ഗൂഗിളിന് സാധിച്ചു. പെൻഗ്വിൻ ആൽഗോരിതം ആദ്യമായിട്ട് 2012 നടത്തിയത്. ആ ഏരിയക്കകത്ത് പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ചുകളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആൽഗോരിതം ചേഞ്ചാണ് ഇനി പറയാൻ പോകുന്നത്. പെൻഗ്വിനും 4.0 എന്നുള്ള ആൽഗോരിതം ചേഞ്ച് നടത്തിയിട്ടുണ്ട്. പെൻഗ്വിൻ ആൽഗോരിതം 4.0 എന്നുള്ള ഒരു ആൽഗോരിതം ചേഞ്ചിന്റെ പ്രത്യേകത, പെൻഗ്വിന്റെ പണിഷ്മെന്റുകൾ റിയൽ ടൈം ആക്കിയ ഒരു ആൽഗോരിതം ചേഞ്ചാണ് പെൻഗ്വിൻ 4.0. റിയൽ ടൈം ആകുമ്പോൾ എന്താ, നമ്മൾ വെബ്സൈറ്റിനകത്ത് ലിങ്ക്സ് എടുക്കുന്നത്, ഒരു സ്പാമി ആയിട്ടുള്ള ലിങ്ക് എടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് പണിഷ്മെന്റ് തരുന്ന രീതി കൊണ്ടുവന്നു പെൻഗ്വിൻ 4.0. 2016 പെൻഗ്വിൻ 4.0 ഗൂഗിൾ കൊണ്ടുവന്നു. സെപ്റ്റംബറും ഒക്ടോബറും ആ സമയത്താണ് നടത്തിയത്. 2016 സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് പെൻഗ്വിൻ റിയൽ ടൈം ആക്കിയത്. ചിലപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പെൻഗ്വിൻ റിയൽ ടൈം ആക്കിയ അപ്ഡേഷൻ ഏതാണെന്ന് വെച്ചാൽ പെൻഗ്വിൻ 4.0, അല്ലെങ്കിൽ പെൻഗ്വിൻ 4.0യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റുകൾ റിയൽ ടൈം ആക്കി. അപ്പൊ റിയൽ ടൈം ആക്കും എന്ന് അപ്പൊ തന്നെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു സംഗതി കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ അപ്പൊ നേരത്തെ എങ്ങനെ ആയിരുന്നിരിക്കും എന്നുള്ളൊരു ഒരു സംശയം വരാം. നോർമലി റിയൽ ടൈം ആക്കുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലിങ്ക്സ് അത്യാവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിങ് മെച്ചപ്പെട്ടതുപോലെ തോന്നും. ഗൂഗിള് ഡാറ്റ അപ്ഡേഷൻ നടത്തുന്നത് പീരിയോഡിക്കലായിട്ടായിരിക്കും. ഒരു മാസത്തിലൊക്കെ ചിലപ്പം 14-ാം തീയതി ഒരു ഡാറ്റ അപ്ഡേഷൻ നടത്തും, അത് കഴിഞ്ഞ് 28-ാം തീയതി അപ്ഡേഷൻ നടത്തും. അങ്ങനെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഡാറ്റ അപ്ഡേഷൻ നടത്തുമ്പോഴാണ് ഇതുപോലെ നമ്മളുടെ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് കിട്ടിക്കുന്ന ബാക്ക് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമാവുകയും നമുക്ക് ദോഷകരമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ നമുക്ക് ദോഷകരമാകുന്ന രീതിയിലൊക്കെ എടുക്കാം. അപ്പൊ ആ ഡേറ്റ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഡേറ്റ എപ്പോഴാണ് ഗൂഗിൾ ഒരു പെൻഗ്വിൻ ആൽഗോരിതം നടത്തുന്നത്, അപ്പോൾ ആ ഡേറ്റയ്ക്ക് അനുസരിച്ചുള്ള ചേഞ്ച് നമ്മളുടെ റാങ്കിങ്ങിനകത്തൊക്കെ പ്രതിഫലിക്കും. അതാണ് അതിനകത്തുള്ള ഇഷ്യൂ. നേരത്തെ നമ്മൾ ഒരു പീരീഡിൽ കുറെ ലിങ്ക്സ് എടുത്തിരുന്നെങ്കിലും അതിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ ലിങ്ക്സോ സ്പാമി ലിങ്ക്സോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ റാങ്കിങ്ങിന് വലിയ പ്രശ്നം ആ സമയത്ത് വരത്തില്ല. അങ്ങനെ പോണ സമയത്ത് ഗൂഗിൾ എപ്പോഴാണ് ഒരു പെൻഗ്വിന്റെ വേർഷൻ നടത്തുന്നത്, അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പ്രശ്നം വരിക, നമ്മളുടെ വിസിബിലിറ്റി കുറയുക, റാങ്കിങ് കുറയുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരിക. എന്നാൽ റിയൽ ടൈം ആക്കിയതോടുകൂടി എന്താ സംഭവിച്ചത്, നിങ്ങൾ ഇങ്ങനെ പിടിക്കപ്പെടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിയൽ ടൈമിൽ തന്നെ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുന്ന ഒരു സംവിധാനത്തിലേക്ക് ഗൂഗിൾ മാറി. 2016 പെൻഗ്വിന്റെ 4.0 റിയൽ ടൈം ആക്കി, അവരുടെ പണിഷ്മെന്റുകൾ റിയൽ ടൈം ആക്കിയ ആൽഗോരിതം ചേഞ്ച് ആണ് പെൻഗ്വിൻ 4.0. പെൻഗ്വിൻ ആൽഗോരിതം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്.
പെൻഗ്വിനുമായിട്ട് ബന്ധപ്പെട്ട് പാണ്ഡയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇന്റർവ്യൂവിന് ചോദിക്കാറുള്ളത്. പാണ്ഡയും പെൻഗ്വിനും ഈ പഠിച്ചിരിക്കുന്ന ഫാക്ട്സ് എങ്കിലും മിനിമം ഇത്രയും ഫാക്ട്സ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് മനഃപ്പാടമാക്കി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തരായിരുന്നാൽ ആൽഗോരിതം ചേഞ്ചുകളുടെ ക്വസ്റ്റ്യൻസ് പിന്നെ ഇതുപോലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൽഗോരിതം ചേഞ്ച് ഏതാണെന്നോ അല്ലെങ്കിൽ ചിലപ്പം പീജൻ അപ്ഡേഷനോ ഹമ്മിങ് ബേർഡ് അങ്ങനെ ഒന്ന് രണ്ട് അപ്ഡേഷനോ കൂടെ ചോദിക്കാനേ സാധ്യത. അപ്പൊ ഇനി പാണ്ഡയും പെൻഗ്വിനും കഴിഞ്ഞാൽ അടുത്തൊരു ആൽഗോരിതം ചേഞ്ചിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അതിന്റെ പേരാണ് പീജൻ. എന്താണ് പീജൻ അപ്ഡേഷൻ അഥവാ പീജൻ ആൽഗോരിതം ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൽഗോരിതം ചേഞ്ച് ആണ് പീജൻ അപ്ഡേഷൻ. എന്താണ് ലോക്കൽ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൽഗോരിതം ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ലോക്കൽ ഓഡിയൻസിനെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വെബ്സൈറ്റ് ലോക്കൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാറ്റഗറി വെബ്സൈറ്റ് ആണ്, ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ലോക്കൽ SEO ചെയ്തിരിക്കണം. ലോക്കൽ SEO എന്ന് പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ വെബ്സൈറ്റ് ലോക്കൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കീവേഡുകളിൽ റാങ്ക് ചെയ്യത്തുള്ളൂ. ഒന്നും മനസ്സിലായില്ലല്ലോ, പറഞ്ഞുതരാം. ഗൂഗിളിന്റെ ഒരു രീതി അനുസരിച്ച് ലോക്കൽ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ലോക്കൽ ഓഡിയൻസിനെ എത്തിച്ചു കൊടുക്കേണ്ട തരത്തിലുള്ള പ്രത്യേക റിസൾട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ലോക്കൽ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന ചില കാറ്റഗറി ബിസിനസ്സുകൾ, ലോക്കൽ ഓഡിയൻസിനെയാണ് നമ്മൾ അവിടെ ടാർഗറ്റ് ചെയ്യുക. ഹോസ്പിറ്റൽ, റെസ്റ്റോറൻറ്റ്, സ്കൂൾസ്, ബ്യൂട്ടി പാർലർ, സർവീസ് സെന്ററുകൾ, ഇതൊക്കെ ലോക്കൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ്സാണ്. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് നോക്കുന്ന ഒരാൾ അയാൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആയിരിക്കും നോക്കാം. അപ്പോൾ ഗൂഗിൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ അയാളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലൊക്കേഷനുള്ള സംഗതികളായിരിക്കും ഈ കാറ്റഗറി കീവേഡുകൾക്ക് കൊടുക്കുക. ഒരാൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടോ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടോ സർവീസ് സെന്ററിന് വേണ്ടിയിട്ടോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആദ്യം എന്താ നോക്കുക, ആ സെർച്ച് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കും, ലൊക്കേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ ലൊക്കേഷനിലുള്ള റെസ്റ്റോറൻ്റ് ആയിരിക്കും ഗൂഗിൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു മെക്കാനിസം ഗൂഗിളിനകത്ത് കൊണ്ടുവന്നു. കൊച്ചിയിലിരിക്കുന്ന സമയത്ത്, വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ വേറെ ലൊക്കേഷനിലുള്ള റെസ്റ്റോറൻറ്റ് ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ ലോക്കലി സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെർച്ച് ചെയ്യുന്ന ടേംസ് ലോക്കൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ് ടേമുകളാകുമ്പോൾ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കീവേഡുകളാകുമ്പോൾ ഗൂഗിൾ ലോക്കലായിട്ട് അവരുടെ ലൊക്കേഷൻ ഏതാണെന്ന് നോക്കി അതിനനുസരിച്ചാണ് കൊടുക്കാറ്. അവരുടെ നെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ അവരുടെ സെർവർ ലൊക്കേഷനോ അവരുടെ ഡിവൈസിനകത്ത് ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ അവർ ഇന്ന ലൊക്കേഷനിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ലൊക്കേഷനിലുള്ള റെസ്റ്റോറൻറ്റോ ഹോസ്പിറ്റലോ സ്കൂളോ ബ്യൂട്ടി പാർലറോ ഒക്കെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ലോക്കൽ ലിസ്റ്റിംഗ് എന്ന് പറയും. ഈ ലോക്കൽ ലിസ്റ്റിംഗിൽ നമ്മളെ വെബ്സൈറ്റ് വരുന്നെന്നുണ്ടെങ്കിൽ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SEO ചെയ്യുന്നത് ലോക്കൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ് ആണെങ്കിൽ, എങ്ങനെയുള്ള ബിസിനസ്? ബ്യൂട്ടി പാർലർ, സർവീസ് സെന്ററുകൾ, ഹോസ്പിറ്റൽ, റെസ്റ്റോറൻറ്റ്, അല്ലേ? ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ബിസിനസിന്റെ SEO ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലോക്കൽ SEO ചെയ്തിരിക്കണം. അപ്പൊ ഗൂഗിള് ലോക്കലി ഇതുപോലെ റാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഘടകങ്ങളുണ്ട്. അത് ഈ പീജൻ ആൽഗോരിതം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ഒരു വെബ്സൈറ്റിനെ ലോക്കലി വിസിബിൾ ആക്കാൻ വേണ്ടി, ലോക്കൽ ഓഡിയൻസിന് മുമ്പിലേക്ക് വിസിബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഒരു വെബ്സൈറ്റിനെ ലോക്കൽ ഓഡിയൻസിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾ SEO ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. രണ്ട്, നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങളെ പർട്ടിക്കുലർ ലൊക്കേഷൻ ചേർത്തുള്ള കീവേഡിന് വേണ്ടി ഒരു പേജ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേജുകൾ നിങ്ങൾ കീവേഡും ആ ലൊക്കേഷനും ചേർത്തുള്ള കീവേഡിന് വേണ്ടിയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജിനകത്ത് നിങ്ങൾ വെരിഫൈ ചെയ്ത അഡ്രസ്സും പിൻ നമ്പരും ഫോൺ നമ്പരും ഒക്കെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. മൂന്ന്,
നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു ലൊക്കേഷൻ ചേർത്തുള്ള ഒരു കീവേഡിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കീവേഡ്, ലൊക്കേഷൻ ചേർത്തുള്ള കീവേഡ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ലോക്കൽ ഡയറക്ടറീസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ലോക്കൽ ഡയറക്ടറികളിലും അതിന് സിമിലർ ഡയറക്ടറികളിലും നിങ്ങളും വിസിബിൾ ആയിരിക്കണം. നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് കോൺടാക്ട് എബൌട്ട് പോലെയുള്ള പേജിനകത്ത് നിങ്ങൾ പ്ലേസ് മാർക്ക് ചെയ്ത മാപ്പ് എംബഡ് ചെയ്ത് കാണിച്ചിരിക്കണം. നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ലൈക്സും കമൻസും ഒക്കെ ലോക്കൽ ഓഡിയൻസിൻ്റേത് ആയിരിക്കണം. ഇത്രയാണ് ഏകദേശം നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് കൺട്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ കൊടുത്തിരിക്കണം. അപ്പോൾ പീജൻ അൽഗോരിതം ചേഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ലിസ്റ്റിംഗ് ഓർ ലോക്കൽ എസ്ഇഒ ബന്ധപ്പെട്ട അൽഗോരിതം ചേഞ്ച് ആണ് പീജൻ അൽഗോരിതം ചേഞ്ച്. പീജൻ അൽഗോരിതം ചേഞ്ചിനനുസരിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ നിങ്ങൾക്ക് രൂപപ്പെടുത്തേണ്ട എസ്ഇഒ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ലോക്കൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് വെബ്സൈറ്റിനെയാണ് എസ്ഇഒ ചെയ്യുന്നതെങ്കിൽ ലോക്കൽ ഓഡിയൻസിന്റെ മുമ്പിൽ വിസിബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള ചില കടമ്പകളുണ്ട്. നിങ്ങളത് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ചെയ്തിരിക്കണം. എന്തൊക്കെയാ കടമ്പകൾ ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാം. ഇത് പിന്നീട് ഞങ്ങൾക്ക് ലോക്കൽ എസ്ഇഒയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിനകത്ത് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ലോക്കൽ എസ്ഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ചില കാറ്റഗറി ബിസിനസ്സുകളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതാത് ലൊക്കേഷനുള്ള റിസൾട്ട് ആണ് കൊടുക്കാറുള്ളത്. അത്രയും ക്ലിയർ ആയല്ലോ. ഉദാഹരണത്തിന് എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ഒരാൾ ഹോസ്പിറ്റൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആദ്യം എന്ത് ചെയ്യും? അയാൾ എവിടെ നിന്നാണ് സെർച്ച് ചെയ്യുന്നത് നോക്കി എറണാകുളത്ത് നിന്നാണെന്ന് മനസ്സിലാക്കി എറണാകുളത്ത് അയാൾ ഇരിക്കുന്ന ലൊക്കേഷൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ ശ്രമിക്കും, ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. കിട്ടിയോ? ഹോസ്പിറ്റൽ, റെസ്റ്റോറന്റ്, ബ്യൂട്ടി പാർലർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാറ്റഗറിയിലൊക്കെ ഇങ്ങനെ റിസൾട്ട് കൊടുക്കുന്ന രീതി ആർക്കുണ്ട്? ഗൂഗിളിനുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യാൻ തുടങ്ങിയ അൽഗോരിതം ചേഞ്ച് ആണ് പീജൻ അൽഗോരിതം ചേഞ്ച്. ആ അൽഗോരിതം ചേഞ്ച് വരുത്തിയ സമയത്ത് ആദ്യം അവര് 1-2 കൺട്രീസിനകത്ത് ആദ്യം കൊണ്ടുവന്നത് ഈ സാധനം ഒന്ന് ടെസ്റ്റ് പോലെ US നടത്തി നോക്കി. വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്തു? UK, ഓസ്ട്രേലിയ, ഇന്ത്യ പോലെ എല്ലാ കൺട്രീസിനകത്തോട്ടും ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അവിടെ നിങ്ങളെ ലോക്കൽ റാങ്കിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാക്കി മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്ന സ്റ്റെപ്പ്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആ പ്രോജക്റ്റിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഒരു എസ്ഇഒ ആണ്. ശ്രീലക്ഷ്മി കൊടുങ്ങല്ലൂരുള്ള ഒരു ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ടാണ് എസ്ഇഒ ചെയ്യുന്നതെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ആ പ്രൊമോട്ട് ചെയ്യുന്ന കൊടുങ്ങല്ലൂരുള്ള ബ്യൂട്ടി പാർലറിന് വേണ്ടി ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് പോയി ഈ സ്ഥാപനത്തിനെ ഗൂഗിളിനകത്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് ഒരു 6-7 ദിവസത്തിനുള്ളിൽ ഗൂഗിളിന്റെ ഓഫീസിൽ നിന്ന് നമുക്കൊരു പിൻ നമ്പർ കിട്ടും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മൊബൈലിൽ തന്നെ ഒരു വെരിഫിക്കേഷൻ പിൻ നമ്പർ കിട്ടും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈഡ് ആയി. അങ്ങനെ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലൊക്കേഷൻ അവർ കൊടുത്തേക്കുന്ന അഡ്രസ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റിംഗ് ആയിട്ട്, ലോക്കൽ ലിസ്റ്റിംഗ് ആയിട്ട് അത് ലിസ്റ്റ് ചെയ്ത് വരും. അത് ഒന്നാമത്തെ കടമ. രണ്ടാമത്, ശ്രീലക്ഷ്മി പ്രൊമോട്ട് ചെയ്യുന്ന ആ ബ്യൂട്ടി പാർലറിന്റെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ലൊക്കേഷൻ ചേർത്തുള്ള ഒരു കീവേഡിന് അവർ ഒരു പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ ബ്യൂട്ടി പാർലറിന്റെ ഒരു പേജിനകത്ത് ബ്യൂട്ടി പാർലർ ഇൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു കീവേഡിന് ഒരു പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജിനകത്ത് നിങ്ങൾ പ്ലേസ് മാർക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത അഡ്രസ് ഉണ്ടല്ലോ, ആ അഡ്രസ്സും പിൻ നമ്പർ, ഫോൺ നമ്പർ, ഇതൊക്കെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ലോക്കലി നിങ്ങളെ റാങ്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിൻ നമ്പരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് ആരും എടുക്കാറുണ്ട്? ഗൂഗിൾ എടുക്കാറുണ്ട്. മൂന്നാമത്തേത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിൾ എടുത്തിട്ട് ബ്യൂട്ടി പാർലറിൻ കൊടുങ്ങല്ലൂർ എന്ന് അടിക്കുമ്പോൾ ആ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്നത് അവിടുത്തെ ലോക്കൽ ഡയറക്ടറികളാണെന്ന് വെച്ചാൽ, ലോക്കൽ ഡയറക്ടറി നമ്മൾ ജസ്റ്റ് ഡയല്, ആസ്ക് ലൈല, ഇതൊക്കെ ലോക്കൽ ഡയറക്ടറികളാണ്. കണ്ടില്ലേ? അങ്ങനെയുള്ള ലിസ്റ്റിംഗ് ആണ് അവിടെ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്നതെങ്കിൽ ശ്രീലക്ഷ്മി ആ വെബ്സൈറ്റിന് വേണ്ടി എന്തുകൂടെ ചെയ്യണം? ആ വെബ്സൈറ്റിനെ ഇതുപോലുള്ള ഡയറക്ടറികളിനകത്ത് പോയി സബ്മിറ്റ് ചെയ്യണം. ജസ്റ്റ് ഡയലിനകത്ത് സബ്മിറ്റ് ചെയ്യണം, കോളൻ കണക്റ്റിനകത്ത് സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ സിമിലർ ഡയറക്ടറികൾ ഉണ്ടാവും, അതിനകത്തൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ആ ഡയറക്ടറിക്കകത്തും വിസിബിൾ ആകും. ഇനി ശ്രീലക്ഷ്മി പ്ലേസ് മാർക്ക് ചെയ്ത് മാപ്പിനകത്ത് വന്നിട്ടുണ്ടാവുമല്ലോ,
കൊടുങ്ങല്ലൂരുള്ള ആ സ്ഥലത്ത് ഒരു ഈ ബ്യൂട്ടി പാർലർ ഉള്ളതായിട്ട് മാപ്പിനകത്തൊക്കെ വന്നിട്ടുണ്ടാവും. ആ മാപ്പിന്റെ ഡീറ്റെയിൽസ് ശ്രീലക്ഷ്മിയുടെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ കോണ്ടാക്ട് അബൌട്ട് പോലെയുള്ള പേജിനകത്ത് എംബഡ് ചെയ്ത് കാണിക്കാം. മാപ്പ് എംബഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ശ്രീലക്ഷ്മി മെയിൻ്റെ ഈ SEO ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് അവർക്ക് വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാമോ പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ട്വിറ്റർ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയയിൽ കിട്ടേണ്ട ലൈക്സും ഇന്ററാക്ഷനും ഒക്കെ നിങ്ങളുടെ ലോക്കൽ ഓഡിയൻസിൻ്റെത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി കൊടുങ്ങല്ലൂരുള്ള ബ്യൂട്ടി പാർലറിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ഭാഗമായിട്ടുള്ള FB പേജിനകത്ത് കിട്ടേണ്ട ലൈക്ക് ആ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് എവിടെ നിന്നൊക്കെയാണോ ആ ബ്യൂട്ടി പാർലറിലേക്ക് ആൾക്കാർ വരാൻ ചാൻസ് ഉള്ളത് അവരുടേതായിരിക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നോ വല്ല ഉഗാണ്ട എന്നൊക്കെ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. ലൈക്ക് ഇന്ററാക്ഷൻ ഒക്കെ കിട്ടേണ്ടത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെത് ആയിരിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കടമ്പകളാണ് ലോക്കൽ SEO ആയിട്ട് അല്ലെങ്കിൽ ലോക്കലി വിസിബിൾ ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സംഘം. അപ്പൊ ഇതൊക്കെ ഒരു ഫാക്ട് ആക്ടി അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റിയെടുത്ത ആൽഗോരിതം ചേഞ്ച് ആണ് പീജിൻ ആൽഗോരിതം ചേഞ്ച്. അപ്പോൾ പീജിൻ ആൽഗോരിതം ചേഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ SEOയുമായിട്ട് ബന്ധപ്പെട്ടെന്നോ അല്ലെങ്കിൽ ലോക്കൽ ലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൽഗോരിതം ചേഞ്ച് ആണെന്ന് ആൻസർ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പാണ്ട എന്ന് പറഞ്ഞ ആൽഗോരിതം ചേഞ്ചിനെ പറ്റി പഠിച്ചു, പെൻഗ്വിൻ പഠിച്ചു, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പീജിൻ ആൽഗോരിതം ചേഞ്ച്. പാണ്ട, പെൻഗ്വിൻ പോലെയുള്ള ഒരു പ്രാധാന്യം പീജിന് കിട്ടാറില്ല. പീജിൻ എന്നുള്ള ആൽഗോരിതത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുമ്പോഴേ കിട്ടാറില്ല. പക്ഷെ എന്നാലും ചോദിക്കാറുണ്ട്, പീജിനൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ആൽഗോരിതം ചേഞ്ചിലേക്ക് പഠിക്കാൻ പോകാം. അതിന്റെ പേരാണ് ഹമ്മിങ് ബേർഡ്. ഗൂഗിളിന്റെ ഹമ്മിങ് ബേർഡ് ആൽഗോരിതം ചേഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. സിമാന്റിക് സെർച്ച് റിസൾട്ട് കൊണ്ടുവന്ന ആൽഗോരിതം ചേഞ്ച് ആണ് ഹമ്മിങ് ബേർഡ് അപ്ഡേറ്റ്. സിമാന്റിക് സെർച്ച് റിസൾട്ട് കൊണ്ടുവന്ന ആൽഗോരിതം ചേഞ്ച് ആണ് ഹമ്മിങ് ബേർഡ്. എന്താണ് സിമാന്റിക് സെർച്ച് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ഇൻഫോ ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കും. ഒന്ന്, നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൂഗിളിനകത്ത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്വറി നടത്തുമ്പോൾ, സെർച്ച് നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ഹൗ ടു റീച്ച് കൊടുങ്ങല്ലൂർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു, വെയർ ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കട്ടെ. ഇറ്റ്സ് എ ഇന്ററാക്റ്റീവ് ക്വറി. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വറി നമ്മൾ നടത്തുമ്പോൾ ഗൂഗിളും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വേയിൽ അതിന് ആൻസർ കൊടുക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കും. ഹൗ ടു സ്പീഡ് അപ്പ് മൈ ലാപ്ടോപ്പ് എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സെർച്ച് റിസൾട്ടിനകത്ത് വരുന്ന ആദ്യത്തെ റിസൾട്ട് ആ ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കുന്ന ഒരു ആർട്ടിക്കിളിന്റെ ഭാഗവും ആ ആർട്ടിക്കിളിനകത്ത് അത് വിശദീകരിക്കുന്ന സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇറ്റ്സ് എ ഡീപ്പ് ഇൻഫോ. നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ടുകൾ കൊണ്ടുവന്നത് ഏത് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹമ്മിങ് ബേർഡ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഹമ്മിങ് ബേർഡ് അപ്ഡേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമാന്റിക് സെർച്ച് റിസൾട്ടുകൾ കൊണ്ടുവന്ന ഒരു അപ്ഡേഷൻ ആൽഗോരിതം ചേഞ്ച് ആണ് ഹമ്മിങ് ബേർഡ് അപ്ഡേഷൻ. എന്താണ് ഹമ്മിങ് ബേർഡ് വന്നതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് വേയിൽ ആൾക്കാർ ഹൗ ടു, വെയർ ടു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു ക്വറി നടത്തി കഴിഞ്ഞാൽ, സെർച്ച് നടത്തി കഴിഞ്ഞാൽ ഗൂഗിള് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാ അത് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് ഗൂഗിൾ അവിടെ നോക്കുക. ഒന്ന്, എത്രത്തോളം വിശദമായിട്ട് ആ വെബ്സൈറ്റിന്റെ കണ്ടന്റിനകത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വിശദീകരിച്ച ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. 2, എത്ര നാളായിട്ട് ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് അതിന് കൊടുക്കുന്നുണ്ട്, ഒരു റിസൾട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ദിവസം, ഒരുപാട് നാള്, ഒരുപാട് കാലം സെർച്ച് റിസൾട്ടിനകത്ത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ലിസ്റ്റ് ചെയ്ത് കിടന്ന ആ ഒരു റിസൾട്ടിന് ഗൂഗിള് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവിടെ കാണിക്കും. അത് മാറാൻ ചിലപ്പം വലിയ പാടായിരിക്കും. 2. മൂന്നാമത്തേത് ഫീഡ്ബാക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് റിസൾട്ട് ഗൂഗിൾ ക്രോഡീകരിച്ച് കൊടുക്കും. റിസൾട്ടുകളെ ഗൂഗിൾ ക്രോഡീകരിച്ച് കൊടുക്കും. ഫീഡ്ബാക്ക് അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിനെയൊക്കെ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കും. ശരിക്കും ഹമ്മിങ് ബേർഡ് ആൽഗോരിതം ചേഞ്ച് വന്നതോടുകൂടി ഒരു ലൈബ്രറിനെ പോലെ വർക്ക് ചെയ്യുന്ന, വെറും ബുക്കുകളെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന ഒരു ലൈബ്രറിനെ പോലെ ഇരുന്ന ഗൂഗിൾ ബുക്കിനകത്തുള്ള കഥാപാത്രത്തെ പറ്റി ചോദിച്ചാൽ പോലും കൊടുക്കുന്ന രീതിയിലോട്ട് മാറി. വളരെ ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൗ ടു സ്പീഡ് അപ്പ് മൈ ലാപ്ടോപ്പ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിള്
ആ ലാപ്ടോപ്പ് സ്പീഡപ്പ് ചെയ്യാനുള്ള ടിപ്പുകളെ പറ്റി ഒരാൾ എഴുതിയിരിക്കുന്ന ബ്ലോഗിന്റെ ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതിനകത്ത് അയാൾ ഒരു 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പുകളൊക്കെ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കും. ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യും. സിമാൻറ്റിക് സെർച്ച് റിസൾട്ടിന്റെ പ്രത്യേകതയാണ്. അത് ഏത് ആൽഗോരിതമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹമ്മിങ് ബേർഡ് ആൽഗോരിതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഇത്ര ഡീപ്പായിട്ട് ഇൻഫോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ നോക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന എത്രത്തോളം ഇന്ററാക്റ്റീവ് വേയിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളെ പറ്റിയുള്ള ആർട്ടിക്കിൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എത്രത്തോളം ഇന്ററാക്റ്റീവ് വേയിൽ നമ്മൾ അതിന് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ടാമത്തേത്, എത്ര നാളോളം ആ ഒരു കീവേഡിന് ആ ടോപ്പിക് അവിടെ ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നു. ബെസ്റ്റ് സീസൺ ടു വിസിറ്റ് കേരള എന്ന് ഗൂഗിൾ അടിച്ചപ്പോൾ ആ റിസൾട്ടിനകത്ത് കാണിക്കുന്ന റിസൾട്ട് എത്രത്തോളം വിശദീകരിച്ച് അതിനെ പറ്റി പറയുന്നുണ്ട് എന്നുള്ളതും, എത്ര നാളായിട്ട് ഇത് ആ കീവേഡിന് അവിടെ റാങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ഇൻഡെക്സ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയിട്ടും ഗൂഗിൾ എടുക്കും. അത് ഭയങ്കര ഡീപ്പ് ഇൻഫോ ആയിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും? ഗൂഗിൾ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മൂന്നാമത്തേത്, നമ്മളെ ഓരോ റിസൾട്ടുകൾക്കും യൂസേഴ്സിന്റെ ഇന്ററാക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഫീഡ്ബാക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നോക്കും. ആ ഫീഡ്ബാക്കിന്റെ ഡാറ്റ ഗൂഗിൾ എന്ത് ചെയ്യും? ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡേറ്റ ആയിട്ട് ഉൾപ്പെടുത്തും. ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ, എവിടെയെങ്കിലും ഡിസ്കഷനുകൾ നടക്കുമ്പോൾ, ഫോറങ്ങളിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരാൾ അതിന് ആൻസർ പറഞ്ഞു, ആ ആൻസറിനകത്ത് കിട്ടിക്കുന്ന അക്സെപ്റ്റൻസ് ഗൂഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ട് എടുക്കും. ഈ ഫാക്റ്റ് ഒക്കെ ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ എടുക്കും. വിശദീകരിച്ചു തരാം. ഉദാഹരണത്തിന്, ഒരാള് ഒരു സെർച്ച് നടത്തുകയാണ്. എന്റെ കമ്പ്യൂട്ടറിലെ ക്യാച്ച് എങ്ങനെ ക്ലിയർ ചെയ്ത് കളയാം, അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ എന്റെ ടെമ്പററി ഫോൾഡർ എങ്ങനെ, അതിനകത്ത് കുറെ ടെമ്പററി ഫയൽസ് കിടക്കുന്നതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തത്. എനിക്കിത് അറിയത്തില്ല. അപ്പൊ ഞാനിത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഞാൻ ഒരു ഫോറത്തിനകത്ത് എത്തി. മൈക്രോസോഫ്റ്റിന്റെ ഒരു ഫോറം. അവിടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. എന്റെ കമ്പ്യൂട്ടർ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി എന്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ടെമ്പ് ഫയൽസ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തു. എവിടെ? മൈക്രോസോഫ്റ്റിന്റെ ഫോറത്തിനകത്ത്. ആ ഫോറത്തിനകത്ത് വന്ന ഒരാൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സി ഡ്രൈവ് എടുത്ത് അതിനകത്ത് നിന്ന് ഇന്ന ഡ്രൈവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോയിട്ട് ടെമ്പ് ഫോൾഡർ ഉണ്ടാകും. അത് ഓപ്പൺ ആക്കിയിട്ട് അവിടെ കിടക്കുന്ന ഫയൽസിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഒരാൾ. എന്നാൽ അടുത്തൊരാൾ വന്ന അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ട് റൺ കൊടുത്തു, എന്നിട്ട് അവിടെ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ടെമ്പ് ഫോൾഡർ ഓപ്പൺ ആകും, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്തൊരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ റൺ കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്ത് റൺ കൊടുത്തിട്ട് ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടെമ്പ് ഫയൽസ് കളയുന്നതോടൊപ്പം തന്നെ ടെമ്പ് എന്ന് കൂടെ കൊടുത്തിട്ട് അവിടെ കാണിക്കുന്ന ഫയൽസിനെയും കൂടെ കളയണം എന്ന് പറഞ്ഞു. നോർമലി ഈ ഒരു 3 റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ അതിനകത്ത് ആ ഫോറത്തിനകത്ത് വന്ന ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ഫോറത്തിനകത്ത് വന്ന ആൾക്കാരൊക്കെയും ഈ മൂന്നാമത് പറഞ്ഞ ആൻസറിനെ ബെസ്റ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്തു. മനസ്സിലായോ? ഞാനൊരു ക്വസ്റ്റ്യൻ ഫോറത്തിനകത്ത് ചോദിച്ചു, ആ ക്വസ്റ്റ്യന് ഒരാൾ വന്നൊരു ആൻസർ പറഞ്ഞു, രണ്ടാമത് ആൾ വന്ന് എന്ത് പറഞ്ഞു? ടെമ്പ് റണ്ണിൽ പോയി സ്റ്റാർട്ട് റൺ കൊടുക്കുക, ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, ടെമ്പ് ഫോൾഡറിൽ പോയി ഫയലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, ടെമ്പ് ക്ലിയർ ആയിക്കോ. അടുത്ത ആളെന്ന് പറഞ്ഞു എന്താ? ടെമ്പ് ക്ലിയർ ചെയ്യുക, ടെമ്പ് എന്നും കൂടെ അടിച്ചിട്ട് അതും ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന എല്ലാ ആൾക്കാരും, ആ ഫോറത്തിനകത്ത് വന്ന ടെക്നിക്കൽ എക്സ്പേർട്സുകളൊക്കെ ഈ മൂന്നാമത് പറഞ്ഞ ആൻസറിനെ ബെസ്റ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്തു. ഈ ഫോറത്തിനകത്ത് ഈ ബെസ്റ്റ് ആൻസർ പിൻ ചെയ്ത് മുകളിൽ കിടക്കും, ബെസ്റ്റ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെ കൊടുക്കുന്ന ഒരു ആൻസറിനെ ക്രോൾ ചെയ്യുന്ന ബോർഡ്സ് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത ഫാക്റ്റ് ആകുമ്പോൾ ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയായിട്ട് എടുക്കുകയും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയ വിശദീകരിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് ഫീഡ്ബാക്ക്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഒരു ആൻസർ വന്നപ്പോൾ ആ ആൻസറിനെ എത്ര പേര് അക്സെപ്റ്റഡ് ഫാക്റ്റ് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ ഗൂഗിൾ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു ഫാക്റ്റ് ശരിക്കൊരു ഫാക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ തെറ്റായിട്ടുള്ള സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചു, ശരിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചു.
ഗൂഗിള് ആ തെറ്റായിട്ടുള്ള ആൻസറിന് ശരിയാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു രീതി ഗൂഗിളിനുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഡേറ്റ ഡ്രിവൻ. ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ഗൂഗിൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഇതിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. പിടിക്കോ? അപ്പം ഒരു തെറ്റായിട്ടുള്ള ഒരു ഫാക്ടിനെ ഒരുപാട് ആൾക്കാർ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗൂഗിൾ ആ തെറ്റിനെ ശരിയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നം ഇതിനകത്തൊരു ഡിഫക്റ്റ് ആയിട്ടുണ്ട്. അത് മാറുകയൊക്കെ ചെയ്യാം. പിന്നീട് ഗ്രാജുവലി അതിനകത്ത് ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് മാറുകയൊക്കെ ചെയ്യാം. നമ്മളെ SEO ഈ ഒരു ഏരിയക്ക് ഇൻഡസ്ട്രിക്കകത്ത് ഡാനി സുലൈവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡാനി സുലൈവൻ അതായത് ഒരു SEO സെലിബ്രിറ്റി. ഈ ഏരിയക്കകത്ത് ഹൈ ഇൻഡസ്ട്രിയൽ ലീഡർ. ഗൂഗിൾ തന്നെ അദ്ദേഹത്തിന് അങ്ങനെയാണ് പറയുക. പുള്ളി മോസ് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് 1-2 ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രൈഡേ വൈറ്റ് ബോർഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇതിനകത്തുണ്ട്. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോസിനകത്ത് റെഗുലറായിട്ട് SEO റിലേറ്റഡുള്ള വീഡിയോ വരാറ് moss.com-നകത്ത്. അത് സാധാരണ ചെയ്യാറുള്ളത് അതിന്റെ ഫൗണ്ടർ റാൻ ഫിസ്കിൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ ഡാനി സുലൈവനും ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പം ഡാനി സുലൈവൻ ഏത് കമ്പനിയുടെ ഭാഗമാണെന്നുള്ള ഒരു ചർച്ചയ്ക്കകത്ത് ഇദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ മോസിനകത്ത് നിന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയും എന്ത് പറഞ്ഞു? ഹി ബിലോങ്സ് ടു മോസ് എന്ന് പറഞ്ഞു. ശരിക്കും ഡാനി സുലൈവൻ മോസിന്റെ ഭാഗമല്ല. മോസിനകത്തൊരു ഗസ്റ്റ് ബ്ലോഗ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇയാള് സെർച്ച് എഞ്ചിൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ ചീഫ് എഡിറ്ററാണ്. മാർക്കറ്റിംഗ് ലാൻഡ്, സെർച്ച് എഞ്ചിൻ ലാൻഡ്, അങ്ങനെ കുറെ ശൃംഖലകൾ അവരുടെ ഇതിനകത്തുണ്ട്. അതിന്റെ മെയിൻ ആളാണ്. ഗൂഗിളിനകത്ത് മാറ്റ്കട്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിളിന്റെ മാറ്റ്കട്സ് മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വരാൻ എന്തുകൊണ്ടും അർഹനാണ്, വരും എന്ന് ലോകത്തിലുള്ള സകല ആൾക്കാരും വിചാരിച്ചിരുന്ന ഒരാളാണ് ഡാനി സുലൈവൻ. ശരിക്കും മാറ്റ്കട്സ് മാറിയ സ്ഥാനത്ത് ഇപ്പം ജോൺ മുള്ളർ എന്ന് പറയുന്ന ഒരാളാണ് ഉള്ളത്, വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട്. പഴയതുപോലെയുള്ള വീഡിയോ ഒന്നും അല്ല, വ്യത്യാസമുണ്ട്. പുള്ളി എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ആ ഫാക്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക, ഡിസ്കസ് ചെയ്യുക, കുറച്ചുള്ള പ്രായമൊക്കെ ഉള്ള. ഡാനി സുലൈവൻ വന്നില്ല സാർ. ഡാനി സുലൈവനാണ് അടുത്ത ഗൂഗിളിന്റെ SEO എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. കാരണം ഈ മാത്യു കട്സ് അഥവാ മാറ്റ് കട്സ് ഒരുപാട് വീഡിയോകളിൽ ഡാനി സുലൈവനെ പറ്റി ഇത് മെൻഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഫാക്ട് നിങ്ങൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലോ ഡാനി സുലൈവനെ പോലെയുള്ള ആൾക്കാർ എഴുതുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ധരിക്കുന്നത് ഇദ്ദേഹമാണ് മാത്യു കട്സ് അല്ലെങ്കിൽ മാറ്റ് കട്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് ഇദ്ദേഹമായിരിക്കും സ്ഥാനം എന്നുള്ളത് ഒക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം മോസിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ കണ്ട ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരുന്നത് ഡാനി സുലൈവൻ മോസിന്റെ ഭാഗമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ ഡാനി സുലൈവൻ ഏത് കമ്പനിയുടെ ഭാഗമാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ടുള്ള ആൻസർ വന്നു. ഗൂഗിൾ അതിനെ ഡീപ്പ് ഇൻഫോ ആയിട്ട് കാണിച്ചു. എന്ത് ആൻസറാണ് കാണിച്ചത്? മോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണെന്ന് തെറ്റായിട്ട് കാണിച്ചു. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇയാൾ മോസിന്റെ ഭാഗമാണെന്ന്, തെറ്റായിട്ടുള്ള ഭാഗമാണെങ്കിൽ അത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? ആ ഡേറ്റ വെച്ചുകൊണ്ട് ഹി ബിലോങ്സ് ടു മോസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് മാറിയിട്ടുണ്ട്. അപ്പം ഹമ്മിങ് ബേർഡ് ആൽഗോരിതം ചേഞ്ചിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി നേരെ പഠിക്കാൻ പോണത് ഹമ്മിങ് ബേർഡ് ആൽഗോരിതം ചേഞ്ചിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ഗൂഗിൾ പിന്നീട് നടത്തിയിട്ടുണ്ട്. അതിന്റെ പേര് റാങ്ക് ബ്രെയിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ചാണ്. റാങ്ക് ബ്രെയിൻ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ചിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. റാങ്ക് ബ്രെയിൻ എന്നാണ് പറയുക, റാങ്ക് ബ്രെയിൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർവ്യൂനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റാങ്ക് ബ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ, റാങ്ക് ബ്രെയിൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള ആൻസർ ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാക്കി മാറ്റിയ ഒരു ആൽഗോരിതം ചേഞ്ച് ആണ് റാങ്ക് ബ്രെയിൻ. ഗൂഗിൾ എന്ത് ചെയ്തു? ഈ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ചിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് വെർഷനായിട്ട് റാങ്ക് ബ്രെയിൻ ആൽഗോരിതം ചേഞ്ച് നടത്തിയപ്പോൾ AI സിസ്റ്റം ഉപയോഗിച്ചു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ചിട്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റാങ്കിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഘടകമാക്കി മാറ്റി. എന്താ സംഭവം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്
ഗൂഗിൾ തന്നെ പലതരത്തിലുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ രീതികളോ സെർച്ച് ചെയ്യുന്ന സംഗതികളെ പറ്റിയൊക്കെ ഗൂഗിൾ ഒരു ഡേറ്റ എടുത്തിട്ട് ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. റാങ്ക് ബ്രെയിൻ പ്രത്യേകത ഇതാണ്. ഉദാഹരണത്തിന് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ പല സമയത്ത് ഒരു പ്രോഡക്റ്റിനെ പറ്റി പല രീതിയിൽ സെർച്ച് ചെയ്യും. ചിലപ്പം ചില ആൾക്കാരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രോഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന സെർച്ച് മാറാം. ചില ആൾക്കാരുടെ ഒരു ഏജ് ഡിഫറൻസ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ സെർച്ച് ചെയ്യുന്ന രീതി മാറാം. പക്ഷെ ഗൂഗിൾ എന്ത് ചെയ്യും? അവർ സെർച്ച് ചെയ്ത സംഗതികൾ വെച്ചുകൊണ്ട് ഗൂഗിൾ AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, മെഷീൻ ലേണിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യും. ഇയാൾ അങ്ങനെ സെർച്ച് ചെയ്തെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഗൂഗിൾ നേടിയെടുത്തത് റാങ്ക് ബ്രെയിൻ എന്നുള്ള അൽഗോരിതം ചേഞ്ച് വഴിയാണ്. റാങ്ക് ബ്രെയിൻ വന്നതോടുകൂടി ഗൂഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ, ഒരു നമ്പർ ഓഫ് സെർച്ച്, ഒരു സ്ഥലത്തുനിന്ന് വരുന്ന നമ്പർ ഓഫ് സെർച്ച് ഉപയോഗിച്ചിട്ടോ ഒരു ടൈപ്പ് ഓഫ് സെർച്ച് ഉപയോഗിച്ചിട്ടോ അവർ സെർച്ച് ചെയ്തത് എന്തിനെ പറ്റിയാണ്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സജസ്റ്റ് കൊടുക്കുക, റിസൾട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് ഗൂഗിൾ മാറി. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഗൂഗിൾ ഉപയോഗിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശരിക്കും എന്താ? നിർമ്മിത ബുദ്ധി. ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പോലെ മെഷീൻ മിമിക്ക് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് നടക്കുക. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പായി. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? ഡേറ്റ വെച്ചുകൊണ്ട് ഗൂഗിള് ഓരോ സെർച്ച് ചെയ്യുന്ന രീതികൾ അനുസരിച്ച് അവരുദ്ദേശിച്ചത് എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് റിസൾട്ടുകൾ കൊടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പർട്ടിക്കുലർ ടേമിനെ പറ്റി ഒരുപാട് സെർച്ച് വരിക, ഒരു ലൊക്കേഷൻ ഒരുപാട് സെർച്ച് വരിക, ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ഒരുപാട് പേര് സെർച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് അത് ക്രോഡീകരിച്ചുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യും? അവരുടെ തന്നെ സെർച്ച് എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. സ്വന്തമായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡേറ്റയുടെയൊക്കെ അളവനുസരിച്ച്, സെർച്ച് ചെയ്യുന്ന രീതികൾ അനുസരിച്ച്, നമ്പർ ഓഫ് സെർച്ച് അനുസരിച്ച് ആ ഡേറ്റ ഉപയോഗിച്ച് ഗൂഗിൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് സജസ്റ്റിലൊക്കെ അത് കാണിക്കും. ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിവേകശാലിയായുള്ള പരിസരബോധമുള്ള ഒരു മനുഷ്യൻ ഓരോ അവസരങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു, അതുപോലെ ആ ഒരു പരിസരബോധമുള്ള ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ ആ അവസരത്തിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ അതിൽ മറുപടി എങ്ങനെ പറയുന്നു, അതുപോലെ ഒരു ലോജിക്കൽ തോട്ടോടു കൂടി ഗൂഗിളും ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുപയോഗിച്ച്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ഒരു റാങ്ക് ബ്രെയിൻ എന്ന അൽഗോരിതം ചേഞ്ച് വന്നിരിക്കുന്നത് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഫോർ എക്സാമ്പിൾ, പല പ്രോഡക്റ്റുകളെ പറ്റി ആൾക്കാർ പല രീതിയിൽ സെർച്ച് ചെയ്യുന്നു. പക്ഷെ സെർച്ച് ചെയ്യുന്ന ടേം അനുസരിച്ച് അയാൾ ഗൂഗിളിന് എന്ത് മനസ്സിലാകും? അയാൾ ഉദ്ദേശിച്ചത് ഇന്നതാണെന്ന് മനസ്സിലാകും. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഡിഫറെന്റ് രീതിയിൽ സെർച്ച് ചെയ്യാം. കുട്ടികൾ സെർച്ച് ചെയ്യുന്നു. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കോൺലെസ് മൗസ് ചിലപ്പോൾ കുട്ടികൾ സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും, പ്രൊഫഷണൽസ് സെർച്ച് ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കും, മുതിർന്ന ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കും. പക്ഷെ ഈ ഒരു അവർ നടത്തുന്ന സെർച്ചൊക്കെ ഗൂഗിള് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കി അവരുദ്ദേശിച്ചത് ഇതാണെന്ന് ഗൂഗിൾ മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് നേടിയെടുത്ത കൂടെ എന്ത് വഴി നടന്നു? റാങ്ക് ബ്രെയിൻ വഴി നടന്നു. ഉദാഹരണത്തിന്, എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടി ഒരു പ്രായമായ ആള് വന്നു. അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് അയാളുടെ ബിസിനസിന്റെ SEO ചെയ്യാൻ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്നതിനെ പറ്റി കുറെ കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ചു, ഡിസ്കഷനൊക്കെ നടത്തി. ഓക്കെ, ഈ നടത്തുന്ന സമയത്തൊക്കെ ഇയാള് എൻ്റെ ഈ കോൾലെസ് മൗസിൽ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. വയറില്ലാത്ത മൗസ്. പക്ഷെ ഇയാൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുകയോ സംസാരിക്കുകയോ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്നോ എത്ര രൂപയായെന്നോ ഒന്നും ചോദിച്ചില്ല. അയാളിത് പല പ്രാവശ്യം ഇതിനകത്ത് നോക്കി അയാളുടെ മനസ്സിൽ ഇത് ഇവിടുത്തെ ഒരെണ്ണം മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഇയാൾ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അയാളെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് അയാൾ ഗൂഗിളിനകത്ത് മൗസ് വിത്തൗട്ട് വയർ എന്നടിച്ചു. അയാൾക്ക് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം കൊണ്ടുപോയി. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചോ പറഞ്ഞോ ഒന്നും ചെയ്തില്ല. ആളൊന്നും ചോദിച്ചില്ല. പുള്ളി നേരെ പോയിട്ട് എന്ത് ചെയ്തു? അയാളെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഗൂഗിളിൽ മൗസ് വിത്തൗട്ട് വയർ എന്നടിച്ചു. ഈ സെർച്ച് കാണുന്ന ഗൂഗിളിന് എന്ത് മനസ്സിലാക്കാം? അയാൾ ഉദ്ദേശിച്ചത് എന്ത് സാധനമാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു കോൾലെസ് മൗസ് ആണ് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി ഗൂഗിളിന് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് ആൾക്കാർ ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചോ ടേം അനുസരിച്ചോ ഒക്കെ മനസ്സിലാക്കാനുള്ള കെൽപ്പ് അഥവാ കഴിവ് ആര് നേടിയെടുത്തു? ഗൂഗിൾ നേടിയെടുത്തു. ഇനി ചില ആൾക്കാർ ചില സമയങ്ങളിൽ നടത്തുന്ന ഒരു ആൻസർ
ചിലപ്പോൾ ചില ആൾക്കാർ ലോജിക്കൽ തോട്ടോട് കൂടി ആൻസർ പറയും, നർമ്മബോധത്തോടു കൂടി ആൻസർ പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ ഒരു ആൻസർ പറയിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു ക്വസ്റ്റിന് തന്നെ ആൻസർ പല സമയത്തും പല രീതിയിലായിരിക്കും ആൻസർ പറയുക. അതുപോലെ ഗൂഗിളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ, വിവേകശാലിയായിട്ടുള്ള ഒരാളിനെ പോലെ AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? റിസൾട്ട് കൊടുക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലിബിൻ ഫ്രണ്ട്സുമായിട്ട് ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോകണം, പ്രളയം നടന്ന സ്ഥലത്തേക്ക് പോകണം. ലിബിൻ ഇങ്ങനെ ഒരു വയലിന്റെ വരമ്പത്തോട് നടന്നു പോണ സമയത്ത് ലിബിൻ അയ്യോ വെള്ളമെന്ന് പറഞ്ഞു. ലിബിന്റെ കൂടെ പോയ അരുൺ ലിബിനെ പിടിച്ചു. അപ്പോൾ അവിടെ റിഫ്ലെക്സ് ആക്ഷൻ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിൻ വരമ്പത്തൂടെ പോവല്ലേ, ഒരുപക്ഷെ വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടി വീഴാൻ പോയപ്പോഴായിരിക്കും ലിബിൻ അയ്യോ വെള്ളം എന്ന് പറഞ്ഞത്. അപ്പോൾ കൂടെ പോയ അരുൺ എന്ത് ചെയ്തു? ലിബിൻ ഒരു പിടിച്ചു, വീഴ്ന്നു പോകാൻ പോകുന്നു എന്നുള്ള ഒരു അവസരത്തിനനുസരിച്ചുള്ള റിഫ്ലെക്സ് ആക്ഷൻ. ഇതേ രണ്ടുപേര് ഒരു മല കയറി പോവുകയാണെന്ന് വെച്ചു. അവിടെ വെച്ചും ലിബിൻ അയ്യോ വെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ പോയ അരുൺ ബാഗിനകത്ത് നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കൊടുത്തു. രണ്ടു സ്ഥലത്തും പറഞ്ഞ സംഗതി ഒന്ന് തന്നെയാണ് അല്ലേ? പക്ഷെ കേട്ട അരുൺ റിയാക്ട് ചെയ്തത് രണ്ട് രീതിയിലാണ്. വരമ്പിലൂടെ പോകുന്ന സമയത്ത് അയ്യോ വെള്ളം എന്ന് പറഞ്ഞ ലിബിനെ അരുൺ പിടിച്ചു, വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നതായിരിക്കും എന്നുള്ള ധാരണയിൽ. ഇതേ അയ്യോ വെള്ളം എന്നുള്ള വാക്ക് തന്നെയാണ് മലകയറി പോയപ്പോഴത്തേക്കും ലിബിൻ പറഞ്ഞത്. അന്നേരം അരുണിന്റെ റിയാക്ഷൻ വേറെ ഒന്നായിരുന്നു. മലകയറി പോയി ക്ഷീണിച്ച് പോണ സമയത്ത് വെള്ളം ദാഹിച്ച് വലഞ്ഞ് അയ്യോ വെള്ളം ഒന്ന് പാവം വിളിച്ചു പോയതാണ്, ബാഗിനകത്ത് നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുത്തു. പിടികിട്ടിയോ? ഇതിപ്പോ നമ്മള് ഒരു ബുദ്ധിയുള്ള പരിസരബോധമുള്ള ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് ഇങ്ങനെ പെരുമാറുക അല്ലേ? ഇതേപോലെ പല അവസരങ്ങളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ടേംസ് കാര്യങ്ങൾ ക്രോഡീകരിച്ച് അവരുടെ ഡേറ്റ ഉപയോഗിച്ച് ഗൂഗിൾ എന്ത് ചെയ്യും? അവർ ഉദ്ദേശിച്ചത് ഇന്ന സാധനമാണെന്ന് മനസ്സിലാക്കാൻ ഗൂഗിളിന് കഴിയും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് തരും. എന്ത് വന്നതിന് ശേഷം? റാങ്ക് ബ്രെയിൻ എന്ന് പറയുന്ന ആൽഗോരിതം ചേഞ്ച് വന്നതിന് ശേഷം. അപ്പൊ നമ്മൾ റാങ്ക് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ആൽഗോരിതം ചേഞ്ചിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ നടത്തിയിട്ടുള്ള ആൽഗോരിതം ചേഞ്ചുകളിൽ റാങ്ക് ബ്രെയിൻ വളരെ ഫേമസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവരുടെ സെർച്ച് എഞ്ചിനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തു. അത് കൂടാഞ്ഞിട്ട് പലതരത്തിലുള്ള ഡേറ്റ ഉപയോഗിച്ച് ഗൂഗിൾ തന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു വശം.